Hi, hello, welcome to a very new video of BioOcean. ആൻഡ് നമ്മൾ ഇന്ന് പഠിക്കാൻ വേണ്ടി പോകുന്നത് ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. കുറച്ച് ദിവസമായിട്ട് നമ്മൾ അല്പം ഡ്രൈ ടോപ്പിക്സ് ആയിരുന്നു പഠിക്കുന്നത്. ഇന്നലത്തെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു എന്ന് തോന്നുന്നു അല്ലേ? ഓക്കെ, അപ്പം ഇന്നും അതുപോലെ തന്നെ അല്പം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക്കാണ് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, ഒരു കാര്യം കൂടെ ചോദിക്കണം എന്നുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മളുടെ സിലബസ് ഭയങ്കര വാസ്റ്റായിട്ട് ഇങ്ങനെ കിടക്കുകയല്ലേ. അപ്പോൾ കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞിട്ട്, ഒരു 10-15 ദിവസം കൂടെ കഴിഞ്ഞിട്ട് നമ്മളുടെ ഈ ഒരു ചലഞ്ച് സക്സസ്ഫുൾ ആണെങ്കിൽ മാത്രം ദിവസം 2 വീഡിയോസ് വീതം ചെയ്യുന്നതിൽ നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം? കാരണം ഇപ്പോൾ നിങ്ങൾ ഭൂരിഭാഗം ആളുകളും എൻ്റെ പോലെ സെറ്റ് ബി എഡ് പഠിക്കുന്നതിൻ്റെ അല്ലെങ്കിൽ ചെയ്യുന്നതിൻ്റെ ഒപ്പം എഴുതിയെടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നവരായിരിക്കും. അപ്പം ഓൾറെഡി എനിക്കറിയാം ബി എഡിൻ്റെ വർക്ക്സും കാര്യങ്ങളൊക്കെ. അപ്പം അതിനിടയിൽ കൂടെ ഇങ്ങനെയുള്ള 2 വീഡിയോസ്, അതും ഒരു അരമണിക്കൂർ ഓൾമോസ്റ്റ് ദൈർഘ്യം വരുന്ന വീഡിയോസൊക്കെ ആകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവുമോ എന്നൊക്കെ ഉള്ളത് ഒന്ന് അറിയിക്കുക. അപ്പോൾ അതനുസരിച്ച് നമ്മൾക്ക് ഈ ചലഞ്ച് സക്സസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ ഒരു 15 ഡേയ്സ് ഒക്കെ ആകുമ്പോഴത്തേക്കും നമുക്കൊരു ദിവസം 2 വീഡിയോ എന്നുള്ള രീതിയിൽ ഇട്ട് പോകാം. ഓക്കെ, യെസ്. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് ദാറ്റ് ഈസ് ആക്ച്വലി അബൌട്ട് മൈഗ്രേഷൻ ഇൻ ഫിഷസ് ആൻഡ് ബേർഡ്സ് എന്ന് സ്പെസിഫിക്കലി നിങ്ങളുടെ സിലബസിൽ പറഞ്ഞിട്ടുണ്ട്. മൈഗ്രേഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത് നമുക്കറിയാം. അതിനകത്ത് നമ്മൾക്ക് പഠിക്കാനുള്ളത് സ്പെസിഫിക്കലി ഫിഷസിലും ബേർഡ്സിലും നടക്കുന്ന മൈഗ്രേഷനാണ്. പിന്നെ ഇത് 2 നമ്മൾ ഒരുമിച്ച് പഠിക്കാൻ വിചാരിക്കുന്നു. 2 സെപ്പറേറ്റ് വീഡിയോസ് ആക്കാനുള്ള അത്ര കണ്ടന്റ് ഉണ്ട്. പക്ഷെ എന്നാലും ഈ പറഞ്ഞ പോലെ ഒത്തിരി ഇൻഡെപ്ത് അല്ല. നമ്മളെല്ലാ കാര്യങ്ങളും ഒന്ന് സെറ്റിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ ഒന്ന് ഒരുമിച്ച് പഠിക്കാം എന്നാണ് എൻ്റെ ഒരു വിചാരം. ഓക്കെ, യെസ്. അപ്പോൾ നമുക്ക് മെല്ലെ സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ഓഫ് ഓൾ, നമ്മളെല്ലായ്പ്പോഴും ചെയ്യുന്ന പോലെ തന്നെ മൈഗ്രേഷൻ എന്താണ് എന്നുള്ളതാണ് നമ്മൾ തുടങ്ങാൻ വേണ്ടി പോകുന്നത്. അതിന് മുന്നേ സ്ഥിരം പറയാറുള്ളത് പോലെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിയിലുള്ളവർക്കും കൂടെ ഈ വീഡിയോയും ചാനലും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ 2 ആൾക്കും അത് ഈക്വലി ബെനിഫിഷ്യൽ ആയിരിക്കും. ഓക്കെ, യെസ്. അപ്പോൾ നമ്മൾ യൂഷ്വലി സ്റ്റാർട്ട് ചെയ്യുന്ന പോലെ ഒരു ഡെഫിനിഷൻ വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഡെഫിനിഷൻ എഴുതിയേക്കുന്നത് നോക്കിക്കോളൂ. ദ സീസണൽ മൂവ്മെൻറ്റ് ഓഫ് എ പോപ്പുലേഷൻ ഓഫ് ഓർഗാനിസംസ് ഫ്രം വൺ ഏരിയ ടു അനദർ, യൂഷ്വലി ഫോർ ബ്രീഡിംഗ് ഓർ ടു ഫൈൻഡ് ഫുഡ് ഓർ ബെറ്റർ കണ്ടീഷൻസ്. അല്ലേ, മൈഗ്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓർഗാനിസത്തിന് മൈഗ്രേഷൻ നടക്കാറുണ്ട്. ഒരു ജീവി, ഒരാൾ മാത്രം, ഒരു ഓർഗാനിസം മാത്രം ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് പോകാറുണ്ട്. പക്ഷെ നമ്മൾ മോസ്റ്റ്ലി മൈഗ്രേഷനെ പറ്റി പറയുമ്പോൾ അവിടെ ഒരു പോപ്പുലേഷനെയാണ് കൺസിഡർ ചെയ്യുക. എന്തെങ്കിലും ഒരു പോപ്പുലേഷൻ, മനുഷ്യൻ്റെ ഒരു പോപ്പുലേഷൻ, അല്ലെങ്കിൽ എന്താ പറയുക, നമ്മളുടെ ബേർഡ്സിൻ്റെ ഒരു പോപ്പുലേഷൻ, ഫിഷസിൻ്റെ ഒരു പോപ്പുലേഷൻ, അങ്ങനെയാണ് നമ്മൾ മൈഗ്രേഷനെ പറയുമ്പോൾ പറയുക. ഓരോരുത്തരും ഒറ്റയ്ക്കായിട്ട് ചെയ്യലുണ്ട്, ഒബ്വിയസ്ലി ചെയ്യലുണ്ട്. അതല്ലാതെ നമ്മൾ പറയുമ്പോൾ ടെക്നിക്കലി സ്പീക്കിംഗ് ഇതൊരു പോപ്പുലേഷൻ്റെ കൺസിഡറേഷനിലാണ് നമ്മൾ പറയുന്നുണ്ടായിരിക്കുക. അപ്പോൾ ഈ ഒരു ഓർഗാനിസത്തിൻ്റെ പോപ്പുലേഷൻ എന്തെങ്കിലും പേർപ്പസിന് വേണ്ടിയിട്ട് ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് മൂവ് ചെയ്യുന്നു. അത് എപ്പോഴെങ്കിലും ലൈഫ് ടൈമിൽ 1 തവണയോ 2 തവണയോ അങ്ങനെയല്ല, ഒരു പാറ്റേൺ വെച്ചിട്ടായിരിക്കും ഒരു മൂവ്മെൻറ്റ് കാണിക്കുന്നുണ്ടായിരിക്കുക. ഫുഡിന് വേണ്ടിയിട്ട് മൂവ് ചെയ്യാം, ബ്രീഡിംഗ് പർപ്പസ്, റീപ്രൊഡക്ഷൻ റിലേറ്റഡ് പർപ്പസസ്, അല്ലെങ്കിൽ ഇപ്പം ആയിരിക്കുന്ന കണ്ടീഷനിൽ നിന്ന് വ്യത്യസ്തമായ കുറച്ചും കൂടി ഒരു ബെറ്റർ ആയിട്ടൊരു കണ്ടീഷൻ കിട്ടാൻ വേണ്ടിയിട്ട് മൂവ് ചെയ്യാം. പിടികിട്ടിയോ? ഇങ്ങനെ ചെയ്യുന്നതിനെയാണ് നമ്മൾ മൈഗ്രേഷൻ എന്ന് പറഞ്ഞിട്ട് വിളിക്കുക. അപ്പോൾ ബേർഡ്സും ഫിഷസും ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും ബേസിക്കലി അത് സീസണൽ ആയിട്ടുള്ള ഫ്ലക്ച്വേഷൻസ് വരുമ്പം ഇപ്പോൾ ഉള്ള സ്ഥലത്ത് നിന്ന് കുറച്ചും കൂടെ ബെറ്റർ അഡാപ്റ്റബിൾ ആയിട്ടുള്ള സീസണുള്ളിടത്തേക്ക് അവരെന്ത് ചെയ്യുന്നു? മൈഗ്രേറ്റ് ചെയ്യുന്നു, ദേശാടനം ചെയ്യുന്നു. ആൻഡ് അവിടുത്തെ ഇപ്പം ചെല്ലുന്ന സ്ഥലത്ത് ഈ സീസൺ കുറച്ചുകൂടെ മോശമായി കഴിയുമ്പോഴത്തേക്കും തിരിച്ച് ഫ്ലൈ ബാക്ക് ചെയ്യുന്നു. ഇങ്ങനെ വരുന്ന ഒരു സിറ്റുവേഷനാണ് പൊതുവെ ബേർഡ്സിലും ഫിഷസിലൊക്കെ കാണാൻ പറ്റുന്നുണ്ടായിരിക്കുക. അപ്പം അതുകൊണ്ടാണ് ഇവിടെ ഒരു പോപ്പുലേഷൻ എന്ന് പറഞ്ഞേക്കുന്നതും, പോപ്പുലേഷൻ ഈ ഒരു പാറ്റേൺ ഓഫ് മൈഗ്രേഷൻ സീസണലായിട്ട്, ദാറ്റ് മീൻസ് ഒരു തവണയല്ല മൾട്ടിപ്പിൾ ടൈംസ് ചെയ്യുന്നുണ്ട്. ആൻഡ് പല പർപ്പസിന് വേണ്ടിയിട്ട് ചെയ്യുന്നു. ബ്രീഡിങ്ങിന് വേണ്ടിയിട്ട് ചെയ്യാം, ഫുഡിന് വേണ്ടിയിട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ കുറച്ചും കൂടെ ഡിഫറെൻ്റ് ആയിട്ടുള്ള കണ്ടീഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും കിട്ടുന്നതിന് വേണ്ടിയിട്ടൊക്കെ അവർക്കത് ചെയ്യാൻ പറ്റും. ആൻഡ് ഇവർ 2 പേരും, ഫിഷസും ബേർഡ്സും ഒക്കെ നല്ലപോലെ മൈഗ്രേഷൻ ചെയ്യുന്നവരാണ്. ആൻഡ് ഇപ്പോൾ നിങ്ങൾ നമ്മളുടെ അനിമൽ കിങ്ഡത്തിനകത്ത് സൈക്ലോസ്റ്റോമ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്ലാസ് പഠിക്കുന്നുണ്ട്. അവിടെ നിങ്ങൾ പഠിക്കുന്നുണ്ട് ഫിഷസ് ഈ പറഞ്ഞ പോലെ മറ്റൊരു ഹാബിറ്റാറ്റിൽ പോകുന്നു, അവിടെ ചെന്ന് അവർ മുട്ടയിടുന്നു, മുട്ടയിട്ട ശേഷം അവർ ചത്തുപോവുക ചെയ്യാം. എന്നിട്ട് തിരിച്ച് അവരെന്ത് ചെയ്യും? തിരിച്ച് അവർ എത്തുന്നത് ഈ പറഞ്ഞ മറൈൻ ഹാബിറ്റാറ്റിലേക്ക് അവർ എത്തുന്നത്
കുട്ടി മുട്ട കഴിഞ്ഞിട്ട് ഈ കുട്ടിയാണ് ഹാബിറ്റാറ്റിലോട്ട് എത്തുക, അല്ലാതെ ആ അമ്മ ഒരിക്കലും തിരിച്ചെത്തില്ല. കാരണം അമ്മ മരിച്ചു പോകും. മൈഗ്രേറ്റ് ചെയ്ത് പോയതായിരുന്നു, പക്ഷെ അമ്മ മരിച്ചു പോകും അല്ലേ. അപ്പം അങ്ങനെയുള്ള മൈഗ്രേഷൻ്റെ ചെറിയ ചെറിയ കഥകളൊക്കെ നമ്മൾ അപ്പോൾ ആയിട്ടൊക്കെ ഈ അനിമൽ കിങ്ഡം പഠിച്ചപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ കൂടെ പഠിച്ചിട്ടുണ്ട്. ഇവിടെ നമ്മൾ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് ഓരോരുത്തരും എങ്ങനെയാണ് മൈഗ്രേറ്റ് ചെയ്യുക എന്നുള്ളതില്ല, അവരുടെ മൈഗ്രേഷൻ്റെ പാറ്റേൺസ്, അതിൻ്റെ ഇൻഫ്ലുവൻസ്, അതിൻ്റെ സിഗ്നിഫിക്കൻസ്, കുറച്ച് എക്സാമ്പിൾസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ ഈ ഒരു വീഡിയോക്കകത്ത് പഠിക്കുക കേട്ടോ. ഓക്കെ, നമുക്ക് ഏറ്റവും ആദ്യം മൈഗ്രേഷൻ ഫിഷ് സ്റ്റാർട്ട് ചെയ്യാം. ഫിഷ് പഠിച്ചതിന് ശേഷം നമ്മൾക്ക് ബേർഡ്സിലോട്ട് പോവാം. ഓക്കെ, അപ്പം ഏറ്റവും ആദ്യം ഈ ഫിഷസ് എന്തിനു മൈഗ്രേറ്റ് ചെയ്യുന്നു, ഫിഷിൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ എന്താണ് മൈഗ്രേഷൻ്റെ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ സിഗ്നിഫിക്കൻസ്. ദിസ് വിൽ ബി ആക്ച്വലി എൻറ്റയർലി ഡിഫറെൻറ്റ് ഫ്രോം ദാറ്റ് ഓഫ് ബേർഡ്സ് കേട്ടോ. ഇപ്പോൾ ബേർഡ്സിൽ കുറച്ചൊക്കെ ഇത് സിമിലർ ആയിട്ട് വരും, അല്ലാത്തത് കുറച്ച് കാര്യങ്ങളൊക്കെ കുറച്ച് ഡിഫറെൻ്റ് ആണ് ബേർഡ്സിൻ്റെ കേസസിൽ. ഓക്കെ, അപ്പോൾ ഫിഷ് മൈഗ്രേഷൻ്റെ സിഗ്നിഫിക്കൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ഫീഡിംഗ് ഗ്രൗണ്ട് അല്ലെങ്കിൽ സ്പോണിംഗ് ഗ്രൗണ്ട് ഒക്കെ കണ്ടെത്താൻ വേണ്ടിയിട്ട് ഫിഷസ് മൈഗ്രേറ്റ് ചെയ്യാറുണ്ട്. പിന്നെ ഒരു സ്ഥലത്ത് ഭയങ്കരമായിട്ട് പ്രിഡേഷൻ കൂടുമ്പോൾ, ഇപ്പോൾ ഒരു മീൻ അതിനെ കഴിക്കാൻ മറ്റു വലിയ മീനുകൾ അതായിരിക്കുന്ന ഹാബിറ്റാറ്റിലുണ്ടെങ്കിൽ ഇതിൻ്റെ പോപ്പുലേഷൻ ഭയങ്കരമായിട്ട് കുറഞ്ഞു പോകും. ഇതിൻ്റെ ജീവനൊരു ത്രെട്ടുണ്ട്. അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്കും ഈ എരപിടിയന്മാർ അല്ലെങ്കിൽ പ്രിഡേറ്റേഴ്സിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഫിഷ് മറ്റൊരു സ്ഥലത്തേക്ക് എന്ത് ചെയ്യാറുണ്ട്, ആക്ച്വലി മൈഗ്രേറ്റ് ചെയ്യാറുണ്ട്. പിന്നെ അതിലെന്നുണ്ടെങ്കിൽ ക്ലൈമാറ്റിക് ആയിട്ടുള്ള കണ്ടീഷൻസ് ഈ ഫിഷിന് പറ്റുന്നതല്ല, അങ്ങനെയുള്ളൊരു സ്ഥിതി വരുമ്പോഴത്തേക്കൊക്കെ അത് സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്തരത്തിൽ മൈഗ്രേഷൻ കാണിക്കാറുണ്ട്. ജനറ്റിക് ഡൈവേഴ്സിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ പലപ്പോഴും കേട്ടിട്ടുള്ളൊരു കാര്യമാണ്, ഇപ്പോൾ ഒരു സ്പീഷീസ് ആയിരിക്കും, ഒരേ സെയിം സ്പീഷീസ് തന്നെയായിരിക്കും, എല്ലാ ജീവികളും ഒരേ സ്പീഷീസ് തന്നെയാണെന്ന് വിചാരിക്കുക. പക്ഷെ അവരിൽ എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ മാറ്റങ്ങൾ ഉണ്ടായിരിക്കും. ഇപ്പോൾ നമ്മളെല്ലാവരും ഒരു സ്പീഷീസ് ആണെങ്കിലും നമ്മളിൽ പലതരത്തിലുള്ള മാറ്റങ്ങളില്ലേ. ഇപ്പോൾ ഒരു ചെടി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു 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 പ്ലാന്റ് എന്ന് വിചാരിക്കൂ, അത് എല്ലാം ഒരു 10 ഉണ്ടായിരുന്നു, 10 ഒരേ സ്പീഷീസ് തന്നെയാണ്. പക്ഷെ അതുണ്ടാക്കുന്ന ഫ്രൂട്ടിനും അതുണ്ടാക്കുന്ന ഫ്ലവറിനൊക്കെ ചെറിയ തോതിൽ എന്തെങ്കിലുമൊക്കെ ഒരു വ്യത്യാസം ഉണ്ടായിരിക്കും. ആ വ്യത്യാസത്തിന് അതിൻ്റെ ജെനറ്റിക്സ് കാരണമായിരിക്കാം, അല്ലെങ്കിൽ അതായിരിക്കുന്ന എൻവയോൺമെൻറ്റൽ കണ്ടീഷൻസ് കാരണമായിരിക്കാം, അങ്ങനെ പലതും ആകും. അപ്പം അതുകൊണ്ട് തന്നെ പലപ്പോഴും ഒരു ഓർഗാനിസം ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ചെല്ലുമ്പോഴത്തേക്കും അതിൻ്റെ പ്രൊഡക്ടിവിറ്റിയിലും അതിൻ്റെ ഫങ്ഷനിങ്ങിലും അതിൻ്റെ ജനറ്റിക് പരമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ ഡൈവേഴ്സിറ്റി ഉണ്ടാകാനുള്ളൊരു ചാൻസ് ഉണ്ട്. പിടികിട്ടിയോ? അത് ഈ റീപ്രൊഡക്ഷൻ കൊണ്ടിട്ടാണ് ആ ഡൈവേഴ്സിറ്റി ഒക്കെ വരുന്നത്. ബട്ട് സ്റ്റിൽ ഈ പറഞ്ഞ പോലെ എൻവയോൺമെൻറ്റിന് ജെനറ്റിക് ഡൈവേഴ്സിറ്റിയിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റോൾ ഉണ്ട് എന്ന് വേണം പറയാനായിട്ട്. ഐ ഹോപ്പ് യു റിമെമ്പർ, നമ്മൾ ഈ ഡൈവേഴ്സിറ്റി പഠിക്കുന്ന സമയത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഈ ഹിമാലയൻ പർവ്വതനിരകളിലൊക്കെയുള്ള കുറച്ച് ചെടികൾ, ആ ചെടികൾക്ക് ഒരു കെമിക്കൽ ഉണ്ടാക്കാനായിട്ട് പറ്റും. ആൻഡ് അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈസ്റ്റേൺ ഹിമാലയത്തിലും വെസ്റ്റേൺ ഹിമാലയത്തിലും ഒക്കെ നമ്മൾക്ക് ഈ ചെടിയെ കാണാം. പക്ഷേ ഈസ്റ്റേൺ ഹിമാലയത്തിലുള്ള ചെടിയുടെ കെമിക്കലിൻ്റെ ആ ഒരു എന്താ പറയുക പൊട്ടൻസി ആയിരിക്കത്തില്ല വെസ്റ്റേൺ ഹിമാലയസിലുള്ളത്. സെയിം സ്പീഷീസ് ഒക്കെ തന്നെ, പക്ഷെ കെമിക്കലിൻ്റെ പൊട്ടൻസിയിൽ വ്യത്യാസം വരുന്നു. അതിന് കാരണം എന്താ, ജനറ്റിക്കലി അവർ ഡൈവേഴ്സ് ആണ്. ജനറ്റിക്കലി ഡൈവേഴ്സിറ്റി മാത്രമല്ല, അതിന് ജനറ്റിക് ഡൈവേഴ്സിറ്റി ഉണ്ടാവാൻ കാരണം അവരായിരിക്കുന്ന ആ സ്ഥലത്തിൻ്റെ വ്യത്യാസം കൂടിയിട്ടാണ്. അപ്പോൾ അതുപോലെ തന്നെ ഇവർ മൈഗ്രേഷൻ ചെയ്യുമ്പോഴത്തേക്കും എന്ത് സംഭവിക്കുന്നുണ്ട്, ജനറ്റിക് ആയിട്ടുള്ള ഡൈവേഴ്സിറ്റി അവിടെ ഉണ്ടാവുന്നുണ്ട്. സ്വാഭാവികമായിട്ടും മറ്റൊരു സ്ഥലത്ത് ചെന്ന് എണ്ണ ചേർന്ന് കഴിയുമ്പോഴത്തേക്കും ഒരു ജനറ്റിക് ഡൈവേഴ്സിറ്റി അവിടെ രൂപപ്പെടും. അത് മാത്രമല്ല, അവർക്ക് സർവൈവ് ചെയ്യാനും പിന്നെ അതുപോലെ തന്നെ നിലനിൽക്കാനും ഒക്കെ വേണ്ടിയിട്ടുള്ളൊരു അഡാപ്റ്റേഷൻ മാതിരിയും കൂടെ അവർ എന്ത് ചെയ്യാറുണ്ട്, മൈഗ്രേഷൻ ചെയ്യാറുണ്ട്. അപ്പം ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഫിഷസ് പൊതുവെ മൈഗ്രേഷൻ ചെയ്യുന്നുണ്ടായിരിക്കുക. ഓക്കെ, ഇനി ഫിഷിൻ്റെ ആവശ്യങ്ങൾ, എന്താവശ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഫിഷസ് പൊതുവെ മൈഗ്രേറ്റ് ചെയ്യുക? ഓൺ ബേസിസ് ഓഫ് നീഡ്സിൻ്റെ ബേസിസിലുള്ള ആ ഒരു ഫിഷ് മൈഗ്രേഷൻ്റെ ക്ലാസിഫിക്കേഷനാണ് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. കുറച്ച് എണ്ണം ഉണ്ട്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് അലിമെൻ്ററി ഓർ ഫീഡിങ് മൈഗ്രേഷൻ. അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാകുന്നുണ്ടായിരിക്കും, ഭക്ഷണം കണ്ടെത്താൻ വേണ്ടിയിട്ട് നല്ല എന്താ പറയുക, ആവശ്യത്തിനനുസരിച്ച് കിട്ടുന്ന അത്രയും ഫുഡ് സോഴ്സ് ലഭ്യമാകാൻ വേണ്ടിയിട്ട് ഫിഷസ് നടത്തുന്ന മൈഗ്രേഷനെയാണ് നമ്മൾ അലിമെൻ്ററി അല്ലെങ്കിൽ ഫീഡിങ് മൈഗ്രേഷൻ എന്ന് പറഞ്ഞിട്ട് വിളിക്കുക. അപ്പോൾ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ഭക്ഷണത്തിന് വേണ്ടിയിട്ട് ഒരു ജീവി മൈഗ്രേറ്റ് ചെയ്യണമെങ്കിൽ അതിനർത്ഥം എന്താ, ഇപ്പം താമസിക്കുന്നിടത്ത് അതിന് ആവശ്യത്തിന് ഭക്ഷണം കിട്ടുന്നില്ല എന്നർത്ഥം അല്ലേ. ആവശ്യത്തിന് ഭക്ഷണം കിട്ടുമായിരുന്നെങ്കിൽ അത് മറ്റൊരു സ്ഥലത്തേക്ക് ഭക്ഷണത്തിന് തേടി പോകേണ്ട ആവശ്യം വരുന്നില്ലല്ലോ, ഇവിടെ തന്നെ നിലനിന്നാൽ പോരെ. അപ്പം അങ്ങനെ ഭക്ഷണത്തിന് ഷോർട്ടേജ്, ഇപ്പം കറൻ്റ്ലി ആയിരിക്കുന്ന സ്ഥലത്ത് ഭക്ഷണത്തിന് ഷോർട്ടേജ് വരുമ്പോഴാണ് ഈ മത്സ്യം ഒരിടത്ത് നിന്ന് എങ്ങോട്ട് പോവുക, മറ്റൊരിടത്തേക്ക് പോകുന്നുണ്ടായിരിക്കുക, അത് ഭക്ഷണം തേടി പോകുന്നുണ്ടായിരിക്കുക. അങ്ങനെ പോകുന്നതിനെയാണ് നമ്മൾ അലിമെൻ്ററി അല്ലെങ്കിൽ ഫീഡിങ് മൈഗ്രേഷൻ എന്ന് പറഞ്ഞ് വിളിക്കുന്നത്. ഇനി രണ്ടാമത്തേതാണ് ഗാമറ്റിക് ഓർ സ്പോൺ മൈഗ്രേഷൻ.
സ്പോൺ മൈഗ്രേഷൻ എന്നോ സ്പോണിംഗ് മൈഗ്രേഷൻ എന്നോ പറഞ്ഞിട്ട് വിളിക്കാം. ഇത് ബേസിക്കലി അവർ മത്സ്യങ്ങളിൽ ബ്രീഡിംഗ് സീസൺ ഉണ്ടല്ലോ, എല്ലാ മത്സ്യങ്ങളും എല്ലാ സമയത്തും മുട്ടയിടില്ല, ഇതിനൊരു സമയമുണ്ട്. അപ്പോൾ അവർ ബ്രീഡ് ചെയ്യുന്ന ആ ഒരു സമയത്ത് നടക്കുന്ന ടൈപ്പ് ഓഫ് ഒരു മൈഗ്രേഷനെയാണ് ഗ്യാമറ്റിക് അല്ലെങ്കിൽ സ്പോണിംഗ് മൈഗ്രേഷൻ എന്ന് പറഞ്ഞിട്ട് വിളിക്കാം. അപ്പോൾ ഈ സ്പോണിംഗ് നടത്താൻ വേണ്ടിയിട്ടുള്ളൊരു സേഫർ ആയിട്ടുള്ളൊരു സ്ഥലം, ഇപ്പം നിങ്ങൾ ചെറിയ ക്ലാസ് മുതലേ പഠിക്കുന്നതാണ്, അപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും ഫിഷൊക്കെ മുട്ടയിടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോസ്റ്റ്ലി കുറേ ഫിഷസൊക്കെ എക്സ്റ്റേണലി ഫെർട്ടിലൈസേഷൻ നടക്കുന്ന അല്ലെങ്കിൽ മുട്ടയിട്ടിട്ട് പോകുന്ന തരത്തിലുള്ള ഫിഷസ് ഒക്കെ ഉണ്ട് അല്ലേ. പിന്നെ മുട്ടയിടും. അപ്പോൾ അത് സർവൈവ് ചെയ്യുക എന്നൊക്കെ പറയുന്നതിൻ്റെ ചാൻസസ് വളരെ കുറച്ചാണ്. മനുഷ്യർക്ക് അല്ലെങ്കിൽ മറ്റ് ജീവികൾക്കൊക്കെ മുട്ടയിടാനായിട്ടുള്ളൊരു എബിലിറ്റി ഉണ്ട്. മനുഷ്യർ മുട്ടയിടുന്നില്ല, മനുഷ്യൻ എഗ്ഗ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് ഓവം എന്നുള്ള രീതിയിൽ അല്ലേ. പക്ഷെ ഇതിൻ്റെയൊക്കെ എണ്ണം ഭയങ്കര കുറവായിരിക്കും. അപ്പം മനുഷ്യനാണെങ്കിൽ തന്നെ മന്ത്ലി ഒരു എഗ്ഗ് അല്ലേ പ്രൊഡ്യൂസ് ചെയ്യത്തുള്ളൂ. അപ്പോൾ പക്ഷെ നമ്മൾ തവള അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഫിഷസിനെയൊക്കെ നോക്കുമ്പോഴത്തേക്കും ഒരുപാട് എഗ്ഗാണ് ഇവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഈ എക്സ്റ്റേണൽ എൻവയോൺമെന്റിനകത്തൊക്കെ എഗ്ഗ് റിലീസ് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ പ്രിഡേറ്റേഴ്സ് ഒക്കെ വന്ന് അതിനെ കഴിക്കാനുള്ളൊരു ചാൻസ് ഉണ്ട്. അപ്പോൾ എല്ലാവരും ഈ മുട്ട തിരിഞ്ഞ് കുഞ്ഞുങ്ങളായി മാറണമെന്നൊന്നും നിർബന്ധമില്ല. അപ്പോൾ ഒത്തിരി മുട്ടയിട്ടാൽ കുറച്ചെണ്ണമെങ്കിലും പ്രിഡേറ്റേഴ്സ് കഴിച്ചാൽ ബാക്കി കുറച്ചെങ്കിലും കുഞ്ഞുങ്ങളായിട്ട് മാറിയേക്കാം. ആ ഒരു കൈൻഡ് ഓഫ് ആന്റിസിപ്പേഷനിലാണ് ഈ ഒത്തിരി മുട്ടകളെല്ലാം പ്രൊഡ്യൂസ് ചെയ്യുന്നത്. നിങ്ങൾ ഫ്രോഗിനെ പറ്റിയിട്ടൊക്കെ പഠിച്ചപ്പോൾ ഈ ഒരു കോൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഈ സെയിം കോൺസെപ്റ്റ് തന്നെയാണ് ഫിഷസിന്റെ കേസിൽ സംഭവിക്കുന്നുണ്ടായിരിക്കാം. അപ്പം അതുകൊണ്ട് തന്നെ രണ്ട് കാര്യങ്ങൾ ഇവർ നോക്കും. ഒന്ന്, എപ്പോഴും മുട്ടയുടെ എണ്ണം ഇവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഭയങ്കര കൂടുതലായിരിക്കും, കുറച്ചെങ്കിലൊക്കെ സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുക. പിന്നെ രണ്ടാമത്തേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുട്ടയിടാൻ അവർ ചൂസ് ചെയ്യുന്ന ഒരു സ്ഥലം, സ്പോണിംഗ് ഗ്രൗണ്ട് എന്ന് പറയുന്നത് കുറച്ചും കൂടെ സേഫർ ആയിട്ടുള്ള രീതിയിലുള്ളൊരു ഗ്രൗണ്ട് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ശ്രമിക്കാറുണ്ട്. അപ്പം അങ്ങനെ ഒരു സേഫർ ഗ്രൗണ്ട് കണ്ടെത്തുക, ഒരു സേഫർ പ്ലേസ് കണ്ടെത്തുക എന്നുള്ളതും കൂടെ വിചാരിച്ചിട്ട് പലപ്പോഴും ഫിഷസ് എന്ത് ചെയ്യാറുണ്ട്, ഈ സ്പോണിംഗ് പർപ്പസിന് വേണ്ടിയിട്ട് മൈഗ്രേറ്റ് ചെയ്യാറുണ്ട്. അങ്ങനെ ചെയ്യുന്നതിനെയാണ് നമ്മൾ ഗ്യാമറ്റിക് അല്ലെങ്കിൽ സ്പോണിംഗ് മൈഗ്രേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് വിളിക്കുക. ഓക്കെ, അപ്പോൾ രണ്ട് മൈഗ്രേഷൻസ് നമ്മൾ പഠിച്ചു. ഇനി മൂന്നാമത്തേതെന്ന് പറഞ്ഞാൽ ക്ലൈമറ്റിക് ഓർ സീസണൽ മൈഗ്രേഷൻ ആണ്. ക്ലൈമറ്റിക് ഓർ സീസണൽ മൈഗ്രേഷൻ എന്ന് പറഞ്ഞാൽ ക്ലൈമറ്റിക് കണ്ടീഷൻസിൽ ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ കാരണം നിർബന്ധിതമായിട്ട് ഈ മീനുകൾ എന്ത് ചെയ്യേണ്ടി വരുന്നു, മൈഗ്രേഷൻ നടത്തേണ്ടതായിട്ട് വരുന്നു. ഇപ്പോൾ ഒരു സ്ഥലത്ത് അവരായിരുന്നു, ആ സ്ഥലത്തെ ക്ലൈമറ്റിക് കണ്ടീഷൻ അവരെ സർവൈവ് ചെയ്യാൻ അനുവദിക്കുന്നില്ല അല്ലെങ്കിൽ ഹെൽപ്പ് ചെയ്യുന്നില്ല എന്നൊക്കെയാണ് എന്നുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യും, മറ്റൊരു സ്ഥലത്തേക്ക് കുറച്ചും കൂടെ അഡാപ്റ്റബിൾ ആയിട്ടുള്ളൊരു സ്ഥലത്തേക്ക് അവർ മൈഗ്രേറ്റ് ചെയ്യും ബിക്കോസ് ഓഫ് ക്ലൈമറ്റ്. അങ്ങനെ ക്ലൈമറ്റിക് കണ്ടീഷൻസിന്റെ കാരണം കൊണ്ടിട്ട് അവർ മൈഗ്രേറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ക്ലൈമറ്റിക് അല്ലെങ്കിൽ സീസണൽ മൈഗ്രേഷൻ എന്ന് പറഞ്ഞിട്ട് വിളിക്കുക. ഇത് വളരെ കോമൺ ആണ്. ഒരു പെർട്ടിക്കുലർ സീസൺ ആകുമ്പോഴത്തേക്കും അവർ മൈഗ്രേറ്റ് ചെയ്ത് വേറൊരു സ്ഥലത്തേക്ക് പോകും. ഈ സീസൺ കഴിയുമ്പോഴത്തേക്കും അവർ തിരിച്ചു വരും. അത്തരത്തിലുള്ള മൈഗ്രേഷൻസ് ഒക്കെ ഈ ജീവികളിൽ വളരെ കോമൺ ആയിട്ട് സംഭവിക്കുന്ന ഒന്നാണ് കേട്ടോ. ഇനി നെക്സ്റ്റ് വൺ ഇസ് നാലാമത്തെ, ഓസ്മോ റെഗുലേറ്ററി മൈഗ്രേഷൻ. ഓസ്മോ റെഗുലേറ്ററി മൈഗ്രേഷൻ എന്ന് പറഞ്ഞാൽ, ഓസ്മോ എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം ഓസ്മോലാരിറ്റി, ഇലക്ട്രോലൈറ്റ്സ്, സോൾട്ട്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ് അല്ലെ. അപ്പോൾ വെള്ളം, ഇലക്ട്രോലൈറ്റ്സിന്റെ ഒക്കെ ബാലൻസ്, അതിനു വേണ്ടിയിട്ട് നടത്തുന്ന മൈഗ്രേഷനെയാണ് ഓസ്മോ റെഗുലേറ്ററി മൈഗ്രേഷൻ എന്ന് പറഞ്ഞിട്ട് വിളിക്കുക. അപ്പൊ ഇവര് പൊതുവെ സാധാരണ വെള്ളത്തിൽ ജീവിക്കുന്നവരാണെങ്കിൽ അവിടെ നിന്ന് അത് കടലിലോട്ട് പോകും. കടലിൽ ജീവിക്കുന്നവരാണെങ്കിൽ കടലിൽ നിന്ന് അവർ തിരിച്ചെങ്ങോട്ടേക്ക് വരും, ഈ പറഞ്ഞ പോലെ ഫ്രഷ് വാട്ടറിലോട്ട് വരും. ഫ്രഷ് വാട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പുഴയിലും തോട്ടിലൊക്കെ കാണുന്ന വെള്ളം കേട്ടോ, സാധാരണ വെള്ളം, ഉപ്പില്ലാത്ത വെള്ളം. ഓക്കെ, ഫ്രഷ് വാട്ടറിൽ കാണുന്ന ഒരു ജീവിയാണെങ്കിൽ ഈ ഒരു ഓസ്മോ റെഗുലേഷൻ നടക്കുന്നതിന് വേണ്ടിയിട്ട് അവർ കടലിലോട്ട് പോകുന്നു എന്നുള്ളതാണ്. ഇനി അതല്ല, കടലിൽ ജീവിക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ അവർക്ക് ഓസ്മോ റെഗുലേഷൻ സംഭവിക്കുന്നതിന് വേണ്ടിയിട്ട് അവർ ഫ്രഷ് വാട്ടറിലോട്ട് വരുന്നു. ഇങ്ങനെ സംഭവിക്കുന്ന ടൈപ്പ് ഓഫ് ഒരു മൈഗ്രേഷൻ, അത് അവരുടെ വാട്ടർ, ഇലക്ട്രോലൈറ്റ്സ്, സോൾട്ടിന്റെ ഒക്കെ ബാലൻസ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നടത്തുന്ന മൈഗ്രേഷനെയാണ് ഓസ്മോ റെഗുലേറ്ററി മൈഗ്രേഷൻ എന്ന് പറഞ്ഞിട്ട് വിളിക്കുക. ഇനി അഞ്ചാമത്തെ ടൈപ്പ് മൈഗ്രേഷൻ ആണ് ജുവനൈൽ മൈഗ്രേഷൻ. ജുവനൈൽ എന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങളാണ് അല്ലെ. അപ്പൊ ഇത് ആക്ച്വലി ലാർവകളുടെ മൈഗ്രേഷൻ ആണ് ഈ ജുവനൈൽ മൈഗ്രേഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു മീനുണ്ടായിരുന്നു, അത് മുട്ടയിട്ടു എന്ന് പറഞ്ഞു അല്ലെ. ആ മുട്ടയിട്ട സ്ഥലത്ത് നിന്ന് ഇതിന്റെ ഒറിജിനൽ ആയിട്ടുള്ള ഒരു ഹാബിറ്റാറ്റ് ഉണ്ടായിരിക്കും. ഹാബിറ്റാറ്റ് എന്ന് പറഞ്ഞാൽ ഈ ജീവിക്കുന്ന സ്ഥലം. ആ ഹാബിറ്റാറ്റിലോട്ട് ഈ മുട്ട വിരിഞ്ഞിട്ടുള്ള കുഞ്ഞുങ്ങൾ എത്തിപ്പെടണ്ടേ. അങ്ങനെ എത്താൻ വേണ്ടിയിട്ട് ഈ കുഞ്ഞുങ്ങൾ മൈഗ്രേറ്റ് ചെയ്യുന്നുണ്ട്, ആക്ച്വലി ലാർവകൾ മൈഗ്രേറ്റ് ചെയ്യുന്നുണ്ട്. ആ മൈഗ്രേഷനെയാണ് നമ്മൾ ജുവനൈൽ മൈഗ്രേഷൻ എന്ന് പറഞ്ഞിട്ട് വിളിക്കുക. ഇപ്പൊ സപ്പോസ് ഞാനൊരു എക്സാമ്പിൾ പറയാം. ഒരു ഫ്രഷ് വാട്ടർ ഒരു മീനുണ്ടായിരുന്നു, അത്
കടലിൽ വന്നിട്ടാണ്, ഒരു കടലിലൊരു മീനുണ്ടായിരുന്നു. ആൻഡ് ഈ കടലിലുള്ള മത്സ്യം ഫ്രഷ് വാട്ടറിൽ വന്ന് മുട്ടയിട്ടു എന്ന് വിചാരിക്കുക. മുട്ട വിരിഞ്ഞിട്ടുണ്ടാവുന്ന ലാർവകൾ അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾ തിരിച്ചെങ്ങോട്ട് എത്തണം, കടലിലോട്ട് എത്തണം. സോ അതിന് വേണ്ടിയിട്ട് ഈ കുഞ്ഞുങ്ങൾ എന്ത് ചെയ്യും, മൈഗ്രേറ്റ് ചെയ്യും. അങ്ങനെ നടത്തുന്ന മൈഗ്രേഷനാണ് ഈ ജുവനൈൽ മൈഗ്രേഷൻ എന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നുണ്ടായിരിക്കുക. പിടികിട്ടിയോ? അപ്പോൾ അത്തരത്തിൽ 5 തരത്തിലുള്ള മൈഗ്രേഷൻസ് ആണ് ഇവരുടെ നീഡ്സിനനുസരിച്ച്, എന്താണോ ഈ മത്സ്യത്തിന്റെ നീഡ് അതിനനുസരിച്ച് നടത്തുന്നുണ്ടാവുക. ഇനി മറ്റൊരു ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മൈഗ്രേഷൻ ഉണ്ട്. ഇത് ഓൺ ബേസിസ് ഓഫ് നീഡ്സ് ആയിരുന്നില്ലേ. ഇനി നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് മറ്റൊരു കൈൻഡ് ഓഫ് മൈഗ്രേഷൻ ആണ് കേട്ടോ. നമ്മൾ ഇനി അടുത്ത പഠിക്കാൻ വേണ്ടി പോകുന്ന മൈഗ്രേഷൻ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ബേസ്ഡ് അപ്പോൺ സ്പോണിങ്ങിന് വേണ്ടിയിട്ട് അവരെന്താ ചൂസ് ചെയ്യുക, എങ്ങനെയാണ് സ്പോണിങ് നടത്തുക, അതിനൊക്കെ അനുസരിച്ചിട്ടുള്ള ഒരു മൈഗ്രേഷൻ്റെ ടൈപ്സ് ആണ് നമ്മൾ അടുത്തതായിട്ട് പഠിക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അപ്പം അതിൽ ഫസ്റ്റ് വൺ ആണ് ഡയഡ്രോമസ് മൈഗ്രേഷൻ. ഡയഡ്രോമസ് മൈഗ്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടലിനും ഫ്രഷ് വാട്ടറിനും ഇടയിൽ നടക്കുന്ന ഫിഷസിന്റെ മൈഗ്രേഷൻ ആണ്. ഇത്തരത്തിൽ ഡയഡ്രോമസ് മൈഗ്രേഷൻ എന്ന് പറഞ്ഞിട്ട് വിളിക്കാം. ഓക്കെ, ആൻഡ് ഇത് വന്ന് ഈ ഒരു കടലിൽ നിന്ന് സാധാരണ ഫ്രഷ് വാട്ടറിലോട്ട് പോവുക, ഫ്രഷ് വാട്ടറിൽ നിന്ന് കടലിലോട്ട് പോവുക എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ഓസ്മോളാരിറ്റി അല്ലെങ്കിൽ ഓസ്മോട്ടിക് ആയിട്ടുള്ളൊരു ഇംബാലൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ ഇത്തരത്തിൽ മൈഗ്രേഷൻ നടത്തുന്ന ഫിഷസിൽ കാണാൻ പറ്റുന്ന ഒരു പ്രോസസ്സാണ് ഈ ഓസ്മോട്ടിക് ഇംബാലൻസ് എന്ന് പറയുന്നത്. പക്ഷെ ഇവര് ഈ പറഞ്ഞ പോലെ റെഗുലറായിട്ട് ഇതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ. കടലിനും ഫ്രഷ് വാട്ടറിനും ഇടയിലുള്ള ഒരു മൈഗ്രേഷൻ എന്ന് പറയുന്നത് അവരുടെ ലൈഫിൽ റെഗുലറായിട്ട് നടക്കുന്ന ഒരു സംഭവമാണ് അല്ലേ. അപ്പൊ അതുകൊണ്ട് തന്നെ അത് റെഗുലറായിട്ട് നടന്ന് നമ്മളിപ്പോൾ പറയില്ലേ, നമ്മൾ റെഗുലറായിട്ട് എന്തെങ്കിലും കാര്യം ചെയ്തു കഴിയുമ്പോഴത്തേക്കും പിന്നീട് അത് നമ്മളുടെ ഒരു റുട്ടീനായിട്ട് മാറുമെന്ന് പറയുന്ന പോലെ തന്നെ ഇവിടെയും ഇവരിത് റെഗുലറായിട്ട് ചെയ്ത് അവർക്ക് ആ ഒരു ഓസ്മോട്ടിക് ഇംബാലൻസ് ഒക്കെ മാറി പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ഓസ്മോട്ടിക് ബാലൻസിലോട്ട് എത്താനായിട്ട് സാധിക്കും എന്നാണ് പറയുക. ഓക്കെ, അപ്പം അതുകൊണ്ട് തന്നെ അങ്ങനെ മെല്ലെ ഇത് റെഡി ആയിട്ട് വരും. ഈ പറഞ്ഞ പോലെ നമ്മൾ ഫ്രഷ് വാട്ടറിന്റെയും സീന്റെയും ഇടയിൽ മൈഗ്രേറ്റ് ചെയ്യുമ്പോൾ ഓസ്മോട്ടിക് ഇംബാലൻസ് ഉണ്ടാവും. സോ എല്ലാവരും ഇത് ചെയ്യത്തില്ല, സ്റ്റോപ്പ് ചെയ്തു പോകുന്നൊക്കെ വിചാരിക്കും. പക്ഷെ അങ്ങനെയല്ല, വീണ്ടും ചെയ്ത് എന്ത് സംഭവിക്കും, ഇറ്റ് വിൽ ബി ഓൾ ഓക്കെ. ആൻഡ് ഇങ്ങനെ ഈ ഒരു ഓസ്മോട്ടിക് ബാലൻസ് റെഡിയാക്കി എടുക്കുന്ന ഫിഷസിനെയാണ് നമ്മൾ ട്രൂ മൈഗ്രേറ്ററി ഫിഷസ് എന്നൊക്കെ പറഞ്ഞിട്ട് വിളിക്കുന്നുണ്ടായിരിക്കുക. ഓക്കെ, ആൻഡ് ഈ ഡയഡ്രോമസ് ആയിട്ടുള്ള മൈഗ്രേഷൻ ഉണ്ടല്ലോ, അത് 2 ടൈപ്സിലാണ് നടക്കുക. അനാൻഡ്രോമസ് മൈഗ്രേഷനും അതുപോലെ തന്നെ മറ്റൊരു മൈഗ്രേഷൻ ഉണ്ട്, ദാറ്റ് ഈസ് കാറ്റഡ്രോമസ് മൈഗ്രേഷൻ കേട്ടോ. അനാഡ്രോമസും അതുപോലെ തന്നെ കാറ്റഡ്രോമസും. അനാഡ്രോമസ് മൈഗ്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടലിൽ കാണുന്ന മത്സ്യങ്ങൾ, സീയിൽ കാണുന്ന മത്സ്യങ്ങൾ അല്ലെങ്കിൽ കടലിൽ കാണുന്ന മത്സ്യങ്ങൾ ഫ്രഷ് വാട്ടറിലോട്ട് വരുന്നു. അത് സ്പോണിംഗ് പർപ്പസിന് വേണ്ടിയിട്ട് വരുന്നു. കടലിലെ മത്സ്യങ്ങൾ സാധാരണ വെള്ളത്തിലേക്ക് മുട്ടയിടാൻ അല്ലെങ്കിൽ സ്പോണിംഗ് പർപ്പസിന് വേണ്ടിയിട്ട് എത്തുന്നതിനെയാണ് നമ്മൾ അനാഡ്രോമസ് മൈഗ്രേഷൻ എന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നുണ്ടായിരിക്കുക. ആൻഡ് ഒരു കാര്യം ഓർക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇത്തരത്തിലുള്ള ഫിഷസ് എന്ന് പറഞ്ഞാൽ ഭൂരിഭാഗം അവരുടെ ജീവിച്ചതും അവരുടെ ഭക്ഷണക്രമങ്ങളും എല്ലാം കടലുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അവർ ഈ സാധാരണ റിവറിലേക്കോ അല്ലെങ്കിൽ ഫ്രഷ് വാട്ടറിലേക്കോ മുട്ടയിടുക അല്ലെങ്കിൽ ആ ഒരു ബ്രീഡിംഗ് സമയത്ത് മാത്രമായിരിക്കും എത്തിപ്പെടുന്നുണ്ടായിരിക്കുക. ആ ഒരു പർപ്പസിന് വേണ്ടിയിട്ട് മാത്രമേ അവർ വരുള്ളൂ. അങ്ങനെ റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് മൈഗ്രേഷനെയാണ് നമ്മൾ അനാഡ്രോമസ് എന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നത്. അതിന് എക്സാമ്പിൾ ആണ് സാൽമൺ, ലാംപ്രേ പോലെയുള്ള മത്സ്യങ്ങൾ. കുറച്ചും കൂടെ എളുപ്പം നമുക്ക് അറിയുന്നത് സാൽമണും ലാംബ്രയും ഒക്കെ ആയതുകൊണ്ട് ഞാൻ അത് പറഞ്ഞത് മാത്രം. മറ്റു കുറച്ച് എക്സാമ്പിൾസ് ഞാൻ എഴുതിയിട്ടുണ്ട്. ഹിൽസാം, അമേരിക്കൻ ഷാഡ് പോലെയുള്ള മത്സ്യങ്ങൾ ഇതൊക്കെ തന്നെ ചെയ്യും. നമുക്ക് അതിനൊന്നും വലിയ പരിചയമില്ലാത്തതുകൊണ്ടാണ്. ബട്ട് സ്റ്റിൽ ഒന്ന് ഓർത്ത് വെച്ചേക്കാം എക്സാമ്പിൾസ് ആയിട്ട് കേട്ടോ. ഇനി രണ്ടാമത്തേതാണ് ലൈക്ക് ഡയഡ്രോമസിൽ ഒന്നാമത്തെ നമ്മൾ പറഞ്ഞു അനാഡ്രോമസ്. ഇനി രണ്ടാമത്തേതാണ് കാറ്റഡ്രോമസ് മൈഗ്രേഷൻ എന്ന് പറയുന്നത്. ഇവിടെ എന്ന് പറഞ്ഞാൽ ഫ്രഷ് വാട്ടറിലുള്ള മത്സ്യങ്ങളായിരിക്കും കടലിലോട്ട് പോവുക. അഗെയിൻ ഈ പറഞ്ഞ പോലെ ബ്രീഡിംഗ് പർപ്പസ് അല്ലെങ്കിൽ സ്പോണിംഗ് പർപ്പസിന് വേണ്ടിയിട്ടായിരിക്കും അവർ പോവുക. അപ്പൊ ഈ സാധാരണ വെള്ളത്തിലുണ്ടായിരുന്ന ജീവികൾ കടലിലേക്ക് എത്തിപ്പെടുന്നു എന്നുള്ളതാണ് ഇതിന്റെ ഒരു കോൺസെപ്റ്റ് കേട്ടോ. അങ്ങനെ വരുന്നതാണ് ഈ പറഞ്ഞ പോലെ ലൈക്ക് കാറ്റഡ്രോമസ് ആയിട്ടുള്ള മൈഗ്രേഷൻ എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിൾ ആണ് ഈൽസ് കേട്ടോ. എല്ലാ ഈൽസും ഓൾമോസ്റ്റ് ഈ തരത്തിലുള്ള കാറ്റഡ്രോമസ് ആയിട്ടുള്ള മൈഗ്രേഷൻ ചെയ്യുന്നവരാണ്. ഇവർ കടലിലോട്ട് പോകുന്നവരല്ലേ. അപ്പോൾ കടലിന്റെ ആ ഒരു കടലിന്റെ കായും കാറ്റഡ്രോമസിന്റെ കായും അങ്ങനെ ഒന്ന് കണക്ട് ചെയ്ത് നോക്കൂ കേട്ടോ. അല്ലാതെ ഇപ്പോൾ ഇതൊന്ന് ഓർത്ത് വെക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും തോന്നുന്നു. ഇങ്ങോട്ടും മാറിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. കടല്
അതുപോലെ തന്നെ ഫ്രഷ് വാട്ടർ എന്ന് പറയുമ്പോൾ ലൈക്ക് ഫ്രഷ് വാട്ടറിൽ നിന്ന് കടലിലോട്ടാണോ, കടലിൽ നിന്ന് ഫ്രഷ് വാട്ടറിലോട്ടാണോ എന്നൊക്കെയുള്ളൊരു ഒരു കൺഫ്യൂഷൻ വരാം ഈ മൈഗ്രേഷൻ്റെ കേസിൽ. അപ്പോൾ അതൊന്നും ഇല്ലാതിരിക്കാൻ കടലിൻ്റെ കായും കെറ്റാഡ്രോമസിൻ്റെ കായും കൂടെ ഒന്ന് കണക്ട് ചെയ്യാനായിട്ട് ശ്രമിച്ചു നോക്കുക. വേറെ എന്തെങ്കിലുമൊക്കെ നിമോണിക്സ് നിങ്ങൾക്ക് അറിയാമെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യുക കേട്ടോ. ഓക്കെ, ഇനി അനാഡ്രോമസ് കംപ്ലീറ്റ് കഴിഞ്ഞു. അനാഡ്രോമസ് കഴിഞ്ഞിട്ട് നമ്മൾ കെറ്റാഡ്രോമസ് പഠിച്ചു. കെറ്റാഡ്രോമസ് അനാഡ്രോമസും ശരിക്കും പറഞ്ഞാൽ ഡയഡ്രോമസ് ആയിട്ടുള്ള മൈഗ്രേഷൻ്റെ പാർട്ടായിരുന്നു. അപ്പോൾ ഒന്നാമത്തെ മൈഗ്രേഷൻ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചു കഴിഞ്ഞു. ദാറ്റ് വാസ് ഡയഡ്രോമസ് അല്ലേ. ഇനി നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്ന രണ്ടാമത്തെ മൈഗ്രേഷനാണ് പൊട്ടാമോഡ്രോമസ് മൈഗ്രേഷൻ. പൊട്ടാമോഡ്രോമസ് കേട്ടോ. ഇത് സാധാരണ ഫ്രഷ് വാട്ടറിൽ കാണുന്ന ഫിഷസിന് മാത്രമുള്ള ഒരു തരത്തിലുള്ള മൈഗ്രേഷനാണ് ഈ പൊട്ടാമോഡ്രോമസ് മൈഗ്രേഷൻ എന്ന് പറയാം. അവർ ഈ കടൽ വെള്ളത്തിലുള്ള മത്സ്യങ്ങളൊന്നും ഇത് ചെയ്യില്ല. അപ്പോൾ ഇവരെന്താ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫ്രഷ് വാട്ടറിൽ തന്നെ ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് ട്രാവൽ ചെയ്യും. എന്ന് വെച്ചാൽ ഫ്രഷ് വാട്ടറിന്റെ ഒരു പ്ലേസിൽ നിന്ന് ഫ്രഷ് വാട്ടർ തന്നെയായിട്ടുള്ള മറ്റൊരു പ്ലേസിലേക്ക് അവർ ട്രാവൽ ചെയ്യുന്നു. അത് ഭക്ഷണം കണ്ടെത്താൻ വേണ്ടിയിട്ടും മുട്ടയിടാൻ വേണ്ടിയിട്ടും സ്പോണിംഗ് ബ്രീഡിംഗ് പർപ്പസിന് വേണ്ടിയിട്ട് എന്ത് വേണമെങ്കിലും ആവാം. ഫീഡിംഗ് പർപ്പസിന് വേണ്ടിയിട്ടോ ബ്രീഡിംഗ് പർപ്പസിന് വേണ്ടിയിട്ടോ അങ്ങനത്തെ പർപ്പസുകൾക്ക് വേണ്ടിയിട്ട് ഫ്രഷ് വാട്ടറിന്റെ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു ഫ്രഷ് വാട്ടർ സ്ഥലത്തേക്ക് അവർ ട്രാവൽ ചെയ്യുന്നതിനെയാണ് നമ്മൾ പൊട്ടാമോഡ്രോമസ് മൈഗ്രേഷൻ എന്ന് പറഞ്ഞിട്ട് വിളിക്കുക. കാർപ്പ്, കാറ്റ് ഫിഷ് ഒക്കെ ഇല്ലേ, ഇതൊക്കെ ഇങ്ങനെ ചെയ്യുന്നവരാണ്. പൊട്ടാമോഡ്രോമസ് ആയിട്ടുള്ള മൈഗ്രേഷൻ ചെയ്യുന്നവരാണ്. ഇനി മൂന്നാമത്തത്, അപ്പോൾ പൊട്ടാമോഡ്രോമസ് എന്തായിരുന്നു? ഫ്രഷ് വാട്ടർ ഓൺലി ആയിരുന്നു കേട്ടോ, അത് ഓർത്ത് വെച്ചേക്കണം. ഇനി മൂന്നാമത്തത് ദാറ്റ് ഈസ് ഒഷ്യാനോഡ്രോമസ് മൈഗ്രേഷൻ. ഒഷ്യാനോഡ്രോമസ് മൈഗ്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കടലിലെ മത്സ്യങ്ങളിൽ സംഭവിക്കുന്ന ഒരു മൈഗ്രേഷനാണ്. കടൽ മത്സ്യങ്ങൾ അവർക്ക് പറ്റുന്ന ഒരു സ്പോണിംഗ് ആയിട്ടുള്ള ഒരു സേഫ് ആയിട്ടുള്ള ഒരു സ്ഥലം കണ്ടെത്താൻ, ബ്രീഡിംഗ് പർപ്പസിന് വേണ്ടിയിട്ടും അതുപോലെ ഭക്ഷണം കണ്ടെത്താനൊക്കെ വേണ്ടിയിട്ട് കടലിന്റെ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ട്രാവൽ ചെയ്യുന്നു, മൈഗ്രേറ്റ് ചെയ്യുന്നു. കടലിന്റെ ഒരു ഭാഗത്ത് നിന്ന് മറ്റൊരു ഭാഗത്തേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്നു. അങ്ങനെ സംഭവിക്കുന്നതിനെയാണ് നമ്മൾ ഓഷ്യാനോഡ്രോമസ്. ആ ഓഷ്യാനോ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും കടലാണ് അല്ലെ. അങ്ങനെയുള്ള മൈഗ്രേഷൻ എന്ന് പറഞ്ഞിട്ട് വിളിക്കാം. എക്സാമ്പിൾ ട്യൂണ മത്സ്യങ്ങളൊക്കെ അങ്ങനെ ചെയ്യുന്നതാണ്. ക്ലൂപ്പിയ എന്ന് പറഞ്ഞിട്ടൊരു മത്സ്യമാണ്, നമുക്ക് അറിയത്തില്ല, പക്ഷെ എന്നാലും ഓർത്ത് വെച്ചിരിക്കുക കേട്ടോ. ഓക്കെ, ഇനി നാലാമത്തെ തരം മൈഗ്രേഷൻ ദാറ്റ് ഈസ് ലാറ്റിറ്റ്യൂഡിനൽ മൈഗ്രേഷൻ. ലാറ്റിറ്റ്യൂഡിനൽ മൈഗ്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർത്ത് നിന്ന് സൗത്തിലേക്കും സൗത്ത് നിന്ന് നോർത്തിലേക്കും ഈ പറഞ്ഞ മീനുകൾ മൈഗ്രേറ്റ് ചെയ്യുന്നു. പിടിയോ, നോർത്ത് പോർഷനിൽ നിന്ന് അവർ എങ്ങോട്ട് വരും? സൗത്തിലേക്ക് വരുന്നു. സൗത്തിൽ നിന്ന് അവർ നോർത്തിലോട്ട് പോകുന്നു. അങ്ങനത്തെ മൈഗ്രേഷനെയാണ് നമ്മൾ വിളിക്കുക. ഇവർ ബേസിക്കലി ഇങ്ങനെ ചെയ്യുന്നത് അവരിപ്പോൾ ആയിരിക്കുന്ന സ്ഥലത്തെ ക്ലൈമറ്റ് സ്യൂട്ടബിൾ അല്ലാതെ വരുമ്പോഴത്തേക്കുമാണ്. ഇപ്പോൾ നോർത്തിലിരിക്കുന്ന ഒരു മത്സ്യത്തിന് അവിടുത്തെ ക്ലൈമറ്റ് പറ്റാതെ ആകുമ്പോഴത്തേക്കും അവർ സൗത്തിലോട്ട് പോകും. സൗത്തിലെ ക്ലൈമറ്റ് പറ്റാതെ ആകുമ്പോഴത്തേക്കും തിരിച്ച് നോർത്തിലോട്ട് പോകുന്നു. അങ്ങനത്തെ തരത്തിലുള്ള മൈഗ്രേഷനാണ്. എക്സാമ്പിൾ നമ്മുടെ സ്വാഡ് ഫിഷ്, അവർ ഈ സ്പ്രിംഗ് ഓട്ടം കാലഘട്ടത്തിൽ ഇതുപോലെ മൈഗ്രേറ്റ് ചെയ്യാറുണ്ട്. സ്പ്രിംഗ് സമയത്ത് അവർ നോർത്തിലായിരിക്കും, ഓട്ടം എത്തുമ്പോഴത്തേക്കും അവർ എങ്ങോട്ട് വരും? സൗത്തിലോട്ട് വരും. അങ്ങനെ ഓക്കെ. ഇനി അപ്പോൾ ലാറ്റിറ്റ്യൂഡിനൽ ഒന്ന് ഓർത്താൽ മതി, നോർത്ത് സൗത്ത് എന്നുള്ള രീതിയിൽ. ഇനി വെർട്ടിക്കൽ മൈഗ്രേഷൻ. വെർട്ടിക്കൽ മൈഗ്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാലേ യൂഷ്വലി അതൊരു ദിവസം തോറും ചെയ്യുന്ന ഒരു മൈഗ്രേഷൻ ആണെന്ന് പറയാം. വളരെ കോമൺ ആയിട്ട് നടക്കുന്ന ഫിഷസിലൊരു മൈഗ്രേഷൻ ആണ്. ഓക്കെ, ആൻഡ് ഈ പറഞ്ഞ പോലെ ഈ മൈഗ്രേഷൻ ചെയ്യുമ്പോഴത്തേക്ക് എന്ത് പറ്റുമെന്ന് അറിയോ? അവര് ഇപ്പൊ താഴെ ഭയങ്കര ഡീപ്പായിട്ടുള്ള ഏരിയയിൽ നമുക്കറിയാം ലൈറ്റ് പെനട്രേഷനൊക്കെ കുറവായിരിക്കും ഡീപ്പായിട്ടുള്ള കടലിന്റെ ഭാഗങ്ങളിലൊക്കെ അല്ലേ. കടൽ തന്നെയല്ല, ഏത് വാട്ടർ ബോഡി ആണെങ്കിലും അതിന്റെ ഡീപ്പർ സൈഡിലോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ ലൈറ്റും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കുറവായിരിക്കും. അപ്പോൾ ഈ ഡീപ്പ് ഏരിയയിൽ ജീവിക്കുന്ന മത്സ്യങ്ങൾ അവർക്ക് ഫുഡ് കണ്ടെത്താൻ വേണ്ടിയിട്ടും മുട്ടയിടാൻ വേണ്ടിയിട്ടും അല്ലെങ്കിൽ ഇപ്പോൾ പ്രിഡേറ്റേഴ്സിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അവർ ചില സമയങ്ങളിൽ ഇങ്ങോട്ട് വരും, വെള്ളത്തിന് സർഫസിലോട്ട് വരും. ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലൊക്കെ നിങ്ങൾ വീഡിയോസ് കണ്ടിട്ടുണ്ടായിരിക്കും. കടലിന്റെ അടിത്തട്ടിൽ മാത്രം കാണുന്നൊരു മത്സ്യം നിങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റും. കടലിന്റെ സർഫസിൽ വന്നിരിക്കുന്നു, ഭൂമി അവസാനിക്കുന്നതിന്റെ ലക്ഷണമാണോ എന്നൊക്കെ പറഞ്ഞിട്ട് അല്ലേ. മേ ബി അത് അതിന്റെ ഒരു മൈഗ്രേഷൻ ചെയ്യുന്നതായിരിക്കും. ഐ ഡോണ്ട് നോ, ഭൂമി അവസാനിക്കാൻ പോവാണെന്നൊന്നും അറിയത്തില്ല. പക്ഷെ അങ്ങനെ നിങ്ങൾ വീഡിയോസ് ഒക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. ഇത് കടലിന്റെ അടിത്തട്ടിൽ മാത്രം കാണുന്ന മത്സ്യമാണ്, പക്ഷെ ഇപ്പോൾ കടലിന്റെ മുകളിൽ എത്തിയിട്ടുണ്ട്. വാട്ട് കുഡ് ബി ദ റീസൺ? അങ്ങനത്തെയൊക്കെ സംഭവങ്ങൾ അല്ലേ. അപ്പോൾ മേ ബി അതിന്റെ പിന്നിൽ എന്തെങ്കിലും ഒരു സയൻസ് ഉണ്ടായിരിക്കും. ലീവ് ദാറ്റ് അപ്പാർട്ട്. പക്ഷെ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കടലിന്റെ ഡീപ്പ് സൈഡിൽ കാണുന്ന അല്ലെങ്കിൽ വാട്ട് എവർ വാട്ടർ ബോഡി അതിന്റെ ഡീപ്പർ സൈഡിൽ കാണുന്ന മത്സ്യങ്ങൾ അവരുടെ ഭക്ഷണം കണ്ടെത്താൻ വേണ്ടിയിട്ടും പ്രിഡേറ്റേഴ്സ് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടും സ്പോണിംഗ് പർപ്പസിനൊക്കെ വേണ്ടിയിട്ട് മുകളിൽ സർഫസിൽ വരാറുണ്ട്. സർഫസിലുള്ളവർ അതുപോലെ താഴോട്ടും പോകാറുണ്ട്. സർഫസിലുള്ളവർ ഇന്നർ ഡെപ്തിലോട്ടും പോകാറുണ്ട്. ഇങ്ങനെ ഒരു ഡെയിലി കൈൻഡ് ഓഫ് ഒരു മൈഗ്രേഷൻ പല ജീവികളിലും നടക്കുന്നുണ്ട്. അത്തരത്തിലുള്ളൊരു മൈഗ്രേഷനെയാണ് നമ്മൾ വെർട്ടിക്കൽ മൈഗ്രേഷൻ എന്ന് പറഞ്ഞിട്ട് വിളിക്കുക. ഒന്നില്ലെങ്കിൽ സർഫസിൽ നിന്ന് ഡീപ്പിലോട്ട് പോവുക, അല്ലെങ്കിൽ ഡീപ്പിൽ നിന്ന് സർഫസിലോട്ട് വരിക. അങ്ങനെ
കേട്ടോ. അപ്പോൾ അതിന് എക്സാമ്പിളാണ് സ്വോർഡ് ഫിഷ് എന്ന് പറയുന്നത്. അത് യൂഷ്വലി ഭക്ഷണം തേടിയിട്ട് ഇതുപോലെ ഒരു വെർട്ടിക്കലായിട്ടുള്ളൊരു മൈഗ്രേഷൻ ചെയ്യുന്ന ഒരു ഫിഷാണ് എന്ന് വേണം മനസ്സിലാക്കാൻ. ഇനി 6ാമത്തെ മൈഗ്രേഷനാണ് ഷോർവാർഡ് മൈഗ്രേഷൻ എന്ന് പറയുന്നത്. ഇത് ഷോർ എന്ന് പറഞ്ഞാൽ എന്താ, കരയെന്നല്ലേ അർത്ഥം. അപ്പോൾ വെള്ളത്തിൽ നിന്ന് കരയിലോട്ടായിരിക്കും ഇവർ മൈഗ്രേറ്റ് ചെയ്യുന്നുണ്ടായിരിക്കുക. വളരെ ടെമ്പററി ആണ്, കാരണം കരയിൽ മത്സ്യത്തിന് ജീവിക്കാൻ പറ്റില്ല എന്നുള്ളത് അറിയാം. പക്ഷെ എന്നാലും കുറച്ച് സമയമെങ്കിലും കരയിൽ സർവൈവ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള മത്സ്യങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവരായിരിക്കും സ്പെസിഫിക്കലി ഇത്തരത്തിലുള്ള ഒരു ഷോർവാർഡ് മൈഗ്രേഷൻ ചെയ്യുന്നുണ്ടായിരിക്കുക. വെള്ളത്തിൽ നിന്ന് അവർ കരയിലോട്ടായിരിക്കും ട്രാവൽ ചെയ്യുക. ഓക്കെ, അതൊരു ടെമ്പററി ആയിട്ടുള്ള മൈഗ്രേഷൻ ആണ്. കരയിൽ വന്ന് അവർ എന്ത് പർപ്പസിന് വേണ്ടിയിട്ടാണോ വന്നത് അത് കഴിഞ്ഞ ഉടനെ തന്നെ അവർ തിരിച്ചെങ്ങോട്ട് എത്തും, വെള്ളത്തിലേക്ക് എത്തും. ഓക്കെ, അപ്പോൾ അതിന് എക്സാമ്പിളാണ് ഈല് ഒരു കുളത്തിൽ നിന്ന് മറ്റൊരു കുളത്തിലോട്ട് അവർ മീഡോഗ്രാസ് വഴിയായിട്ടൊക്കെ ട്രാവൽ ചെയ്യാറുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ ചെയ്യുന്ന തരത്തിലുള്ള ഒരു മൈഗ്രേഷനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, ഈ പറഞ്ഞ പോലെ ഷോർവാർഡ് മൈഗ്രേഷൻ എന്ന് പറഞ്ഞിട്ട് വിളിക്കാം. അപ്പോൾ ഇത്രയാണ് നമ്മൾക്ക് ആക്ച്വലി ഫിഷ് മൈഗ്രേഷനെ പറ്റിയിട്ട് പഠിക്കാനുള്ളത് കേട്ടോ. ഇപ്പം തന്നെ ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നു ഒരു 25 മിനിറ്റ്സോളം ആയെന്ന് തോന്നുന്നു. ഈ പറഞ്ഞ പോലെ ഇച്ചിരി ലെങ്തി ആണ്, പക്ഷെ എനിക്ക് തോന്നുന്നു 2 വീഡിയോ ആക്കാനായിട്ട് ഇത് ആക്ച്വലി ഭയങ്കര എന്താ പറയുക, 2 ദിവസത്തേക്കൊന്നും ആക്കാൻ പറ്റില്ല, നമുക്ക് അത്രയും സിലബസ് പഠിച്ചു തീർക്കാനുള്ളതുകൊണ്ട്. അതുകൊണ്ട് ഞാൻ ഒരുപക്ഷെ മൈഗ്രേഷൻ അല്ല ഒരു ടോപ്പിക് അല്ലേ എന്ന് വിചാരിച്ചത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞതെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിഷിൻ്റെ മൈഗ്രേഷനാണ് നമ്മൾ പഠിച്ചത്. നീഡ്സിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളതിനെ എങ്ങനെയാണ് ഒരു 5 എണ്ണമായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നു, 5 ഡിഫറെൻറ്റ് ടൈപ്സ്. ദെൻ സ്പോണിംഗ് പ്ലേസ് അവർ ചൂസ് ചെയ്യുന്നത് എങ്ങനെയാണ് സ്പോണിംഗ് നടത്തുക, അതിൻ്റെ ബേസിസിൽ നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നു, അതൊരു 6 എണ്ണം. അങ്ങനെ മൊത്തം 11 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫിഷ് മൈഗ്രേഷൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇതിൽ നിന്നാണ് മോസ്റ്റ്ലി വരിക. അതിനകത്ത് നിന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ എക്സ്പെക്ട് ചെയ്യുന്നത് ഡയഡ്രോമസ്, അതിനകത്ത് തന്നെ അനഡ്രോമസ്, പൊട്ടാഡ്രോമസ്, അതുപോലെ തന്നെ ലൈക്ക് നമ്മളുടെ ഷോർവാർഡ്, വെർട്ടിക്കൽ, അങ്ങനെയുള്ള മൈഗ്രേഷൻസ് ഉണ്ടല്ലോ. ഇതൊക്കെയാണ് കുറച്ചും കൂടെ കൂടുതൽ എപ്പോഴും ചോദിക്കുന്നത് കേട്ടോ. ഡ്രോമസിൽ അവസാനിക്കുന്ന മോസ്റ്റ് മൈഗ്രേഷൻ ടോപ്പിക്സും പൊതുവെ ചോദിക്കലുള്ളതാണ്. അപ്പോൾ അതൊന്ന് ഫോക്കസ് ചെയ്ത് പഠിച്ചേക്കുക, എക്സാമ്പിൾസ് ഫോക്കസ് ചെയ്ത് പഠിക്കണം. ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ് എക്സാമ്പിൾസ് വിട്ട് കളയരുത് എന്നുള്ളത് കേട്ടോ. ഓക്കെ, ഇനി നമ്മൾ അടുത്ത പഠിക്കാൻ വേണ്ടി പോകുന്നത് ദാറ്റ് ഈസ് മൈഗ്രേഷൻ ഇൻ ബേർഡ്സ്. കുറച്ചും കൂടെ ഇലാബറേറ്റ് കൈൻഡ് ഓഫ് ഒരു മൈഗ്രേഷൻ ഉള്ളവരാണ് ഈ ബേർഡ്സ് എന്ന് പറയുന്നത്. ബേർഡ്സിനെ തൊട്ട കാര്യത്തിനും തൊടാത്ത കാര്യത്തിൽ തുമ്മുന്നതിന് വരെ മൈഗ്രേറ്റ് ചെയ്യുന്ന ആളുകളാണ് ബേർഡ്സ്. അപ്പോൾ കുറച്ചും കൂടെ ഇലാബറേറ്റ് ആയിട്ട്, പക്ഷെ എന്താ പറയുക, ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ടെന്നേ ഉള്ളൂ, ഭയങ്കര ഇൻ ഡെപ്തിൽ നമ്മൾക്ക് പഠിക്കാനില്ല കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ക്രോ എങ്ങനെ മൈഗ്രേറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഇന്നൊരു ജീവി എങ്ങനെ മൈഗ്രേറ്റ് ചെയ്യുന്നു, അങ്ങനെ ഒത്തിരി ഡീപ്പായിട്ടില്ല. ഇവരെ കാണിക്കുന്ന എല്ലാ ടൈപ്സ് ഓഫ് മൈഗ്രേഷൻ സംഭവങ്ങളും നമ്മളൊന്ന് ജസ്റ്റ് ടച്ച് ചെയ്ത് പോകണമെന്നുള്ളത് മാത്രം. ഓക്കെ, യെസ്. അപ്പോൾ ബേർഡ്സിൻ്റെ മൈഗ്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ, അത് സയൻറ്റിസ്റ്റുമാർ പറയുന്ന പൊതുവെ അതൊരു 2-way ജേർണിയാണ്. ഓക്കെ, ഒരു ബ്രീഡിംഗ് നെസ്റ്റിംഗ് പ്ലേസ് എന്ന് പറഞ്ഞാൽ എന്താ, അവർ ബ്രീഡ് ചെയ്യുന്നു, എണ്ണ ചേരുന്നു, മുട്ടയിടുന്നൊരു സ്ഥലം അല്ലേ, അതാണ് അവരുടെ കൂടെന്ന് നമ്മൾ പറയാം. അതിനെയാണ് നമ്മളൊരു നെസ്റ്റ് അല്ലെങ്കിൽ ഒരു ഹോം എന്നൊക്കെ പറഞ്ഞിട്ട് പറയാം. അതല്ലാതെ അവർ അവിടെ വിട്ടിട്ട് പോകുന്നുണ്ട്, എല്ലാ ദിവസവും ഇവർ ഭക്ഷണം തേടി ഒരു സ്ഥലത്തേക്ക് പോകും, പക്ഷെ അവർ ആ കൂട്ടിലേക്ക് തിരിച്ചെത്തും അല്ലേ. അപ്പോൾ ഈ കൂടെന്ന് പറയുന്നത് അവർക്ക് മുട്ടയിടാനും ചേരാനും അവരുടെ ഒരു ഫാമിലിയൊക്കെ ഉള്ളൊരു ഹോം പ്ലേസ് ആണ്. നമുക്കൊക്കെ ഒരു ഹോം ഉള്ള പോലെ അതുങ്ങൾക്കുള്ളൊരു ഹോമാണ് ഈ നെസ്റ്റ്, കൂട് എന്നൊക്കെ പറയുന്ന സ്ഥലം. പക്ഷേ ഈ ജീവികൾ ഇവിടെ തന്നെ ഇരിക്കുന്നവരല്ല, ദേ വിൽ ബി ആക്ച്വലി ട്രാവലിംഗ് അല്ല. ഒരു ദിവസം രാവിലെ ആയി കഴിയുമ്പോഴത്തേക്കും നമ്മൾ ജോലിക്ക് പോകുന്ന പോലെ ഇവരും ജോലിക്ക് പോകുന്നുണ്ട്. ജോലിക്ക് പോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ കുഞ്ഞുങ്ങൾക്കും ഇവർക്ക് സ്വന്തമായിട്ടും കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ഫുഡൊക്കെ കണ്ടെത്താൻ വേണ്ടിയിട്ട് അവർ പല സ്ഥലത്തേക്കും പോകും. ഇപ്പോൾ ഒരു ബേർഡ് ആയിരിക്കുമ്പോൾ ഇന്ന് നമ്മളുടെ വീട്ടിലൊരു കാക്ക വന്നെങ്കിൽ എല്ലാ ദിവസവും നമ്മുടെ വീട്ടിലെ കാക്ക വരില്ല, പലയിടത്തേക്കും പോകും. ദാറ്റ് മീൻസ് ഒരു ബേർഡിനൊരു സ്ട്രിക്റ്റ് ആയിട്ടുള്ളൊരു ഒരു റൂട്ടില്ല, ഇന്ന സ്ഥലത്തേക്ക് അത് പോകുക, അങ്ങനെയില്ല. ഇറ്റ് വിൽ ബി ഗോയിങ് എനിവെയർ വേർ ഇറ്റ് വിൽ ബി ഏബിൾ ടു ഫൈൻഡ് ഫുഡ്. എവിടെയാണോ നീ ഭക്ഷണം കണ്ടെത്താൻ പറ്റുക അങ്ങോട്ടൊക്കെ ഇത് യാത്ര ചെയ്യും, അങ്ങനെയല്ലേ. അപ്പോൾ അതിന് 2 സ്ഥലങ്ങളിലോട്ടാണ് പോകേണ്ടതായിട്ടുള്ളൊരു ദിവസം. ഒരെണ്ണം അതിൻ്റെ ഹോം, ഒരെണ്ണം അത് ഭക്ഷണം തേടി പോകുന്ന സ്ഥലം. ആ ഭക്ഷണം തേടി പോകുന്ന സ്ഥലത്തെയാണ് അതിനെ നമ്മൾ ഫീഡിംഗ് പ്ലേസ് എന്ന് വിളിക്കുക. കുറച്ച് നേരം അവിടെ റെസ്റ്റ് ഒക്കെ ചെയ്യും, അപ്പോൾ റെസ്റ്റിംഗ് പ്ലേസ് എന്ന് നമ്മൾ പറയാറുണ്ട്. ആൻഡ് ഇവിടെ സയൻറ്റിസ്റ്റുമാർ പറയുന്നത് ഈ കൂടിനെ ഹോം എന്നും, ഇത് ഭക്ഷണം തേടി പോകുന്ന അല്ലെങ്കിൽ റെസ്റ്റ് എടുക്കുന്ന സ്ഥലത്തെ ന്യൂ പ്ലേസ് എന്നാണ് പറയാം. ബേസിക്കലി ബേർഡ്സ് ഹോമിൽ നിന്ന് ഈ ന്യൂ പ്ലേസിൽ നിന്ന് ഹോമിലോട്ടും മൈഗ്രേറ്റ് ചെയ്യുന്നവരാണ് സിംപ്ലി എല്ലാ ബേർഡ്സും എന്നുള്ള രീതിയിൽ നമുക്ക് പറയാൻ പറ്റും. പിടികിട്ടിയോ? എവറി ഡേ ഹോം ടു ന്യൂ പ്ലേസ് ടു ഹോം. ഇപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നിങ്ങൾ വീട് പഠിക്കുന്ന പിള്ളേരാണെന്നുണ്ടെങ്കിൽ വീട് വിട്ടാൽ ബി എഡ് കോളേജ് വിട്ടാൽ വീട്, ഇതാണ് നിങ്ങളുടെ മൈഗ്രേഷൻ. സിമിലർലി എന്നെ സംബന്ധിച്ചിടത്തോളം വീട് വിട്ടാൽ സ്കൂള് വിട്ടാൽ വീട്, ഇതാണ് എൻ്റെ ലോകം. എൻ്റെ ഫാമിലിയും എൻ്റെ കുട്ടികളും ഒക്കെയാണ് അല്ലേ, എൻ്റെ സ്കൂളിലെ കുട്ടികളൊക്കെ ആയിട്ടാണ്. അപ്പോൾ അതുപോലെ തന്നെയാണ് ബേർഡ്സിന് ഈ പറഞ്ഞ പോലെ നമ്മൾ സിനിമയ്ക്കകത്തൊക്കെ പറയില്ലേ, വീട് വിട്ടാൽ അമ്പലം വിട്ടാൽ വീട്. അതുപോലെ ബേർഡ്സിനെ സംബന്ധിച്ചിടത്തോളം ഹോം വിട്ടാൽ ന്യൂ പ്ലേസ് വിട്ടാൽ ഹോം. അങ്ങനത്തെ ഒരു സെറ്റപ്പാണ് ബേർഡ്സിനുള്ളത് കേട്ടോ. ഐ ജസ്റ്റ് ട്രൈ ടു കൺവിൻസ് ദിസ് കോൺസെപ്റ്റ് ഇൻ ടു യു, ദാറ്റ്സ് ഇറ്റ്.
ഓക്കെ. അപ്പോൾ ഇതൊരു എന്താ പറയുക ഡെയിലി ബേസിസിൽ നടക്കും. ഇനി അതല്ലാതെ ചില എന്താ പറയുക പക്ഷികളുണ്ടായിരിക്കും, അവർക്കൊരു സ്ഥലത്തൊരു വീടുണ്ട്, അല്ലെങ്കിൽ ഇപ്പോൾ ഇന്ത്യയാണ് അവരുടെ ഹോം, ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും ഈ ജീവിയെ കാണാമെന്ന് വിചാരിക്കാം. പക്ഷേ ഫോർ സെവറൽ പർപ്പസസ് ഇവർ ഇന്ത്യ വിട്ട് വേണമെങ്കിൽ സൈബീരിയയിലോട്ടൊക്കെ പോയി കളയും. വർക്കല്ലേ, ചെലവൊന്നുമില്ലല്ലോ. സൈബീരിയയിലോട്ടൊക്കെ ഇവർ പോയി കളയും. കണ്ടിട്ടില്ലേ അങ്ങനെ സൈബീരിയയിലോട്ടൊക്കെ പറന്നു പോകുന്നത്? സൈബീരിയ എങ്ങനെ വന്നു എൻ്റെ വായിലൊന്നും അറിയില്ല, ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ. സൈബീരിയയിലോട്ട് പോകുന്ന പക്ഷികൾ എന്തായാലും ഇന്ത്യയിലുണ്ട്. എനിവേ, അപ്പോൾ അങ്ങനെ സംഭവിക്കാം അല്ലേ. അപ്പോൾ ഒരുപാട് ദൂരം കൂടെ യാത്ര ചെയ്യാം. ചിലപ്പോൾ ഈ സൈബീരിയ പോയി കഴിഞ്ഞാൽ ഇന്ന് തന്നെ വരാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ ഒത്തിരി ലെങ്തി ആയിട്ടുള്ള തരത്തിലുള്ള ഈ പറഞ്ഞ മൈഗ്രേഷനും എന്ത് ചെയ്യുന്നുണ്ട്, സംഭവിക്കുന്നുണ്ട്. അപ്പോൾ ചിലപ്പോൾ മാസങ്ങളെടുത്തേക്കാം ഈ ഒരു മൈഗ്രേഷൻ തീരാൻ വേണ്ടിയിട്ട്. എനിവേ, ഒരു കാര്യം മനസ്സിലാക്കി വെക്കുക, ഇപ്പോൾ ഇതുപോലെ വലിയ ലോങ് വേസിലൊക്കെ മൈഗ്രേഷൻ ചെയ്യുന്നവരാണെങ്കിൽ ബേർഡ്സിന് ഒരു റൂട്ട് ഉണ്ടായിരിക്കും. ഇന്ന സ്ഥലത്ത് നിന്ന് ഇപ്പോൾ ഇന്ത്യയിൽ നിന്ന് സൈബീരിയയിലോട്ട് പോകാൻ വേണ്ടിയിട്ട് ഒരു ഫ്ലൈറ്റ് റൂട്ട് ഉണ്ടെങ്കിൽ അതുപോലെ തന്നെ ബേർഡ്സിനൊരു റൂട്ടുണ്ട് ഫ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഈ ബേർഡ്സ് പൊതുവെ ഒറ്റയ്ക്ക് മൈഗ്രേറ്റ് ചെയ്യുന്നതൊക്കെ വളരെ വിരളമാണ്. ചെയ്യൂലെന്നല്ല കേട്ടോ ഞാൻ പറയുന്നത്, അവർ ചെയ്യുന്നവരുണ്ട്, ഒറ്റയ്ക്ക് മൈഗ്രേറ്റ് ചെയ്യുന്നവരുണ്ട്. യൂഷ്വലി ഒരു ഗ്രൂപ്പായിട്ടോ ഒരു ക്ലസ്റ്റർ ആയിട്ടൊക്കെ മൈഗ്രേറ്റ് ചെയ്യുക അല്ലേ. അച്ഛനമ്മ, ബാക്കി കുടുംബം, കുഞ്ഞുങ്ങൾ എല്ലാവരൊക്കെ ആയിട്ടായിരിക്കും മൈഗ്രേറ്റ് ചെയ്യുന്നുണ്ടായിരിക്കുക. അപ്പോൾ അങ്ങനെ മൈഗ്രേറ്റ് ചെയ്യുമ്പോഴത്തേക്കും അവർക്കൊരു സ്പെസിഫിക് റൂട്ടുണ്ട്, ആ റൂട്ടിൽ കൂടെ ആയിരിക്കും അവർ പോകും വരെയൊക്കെ ചെയ്യുന്നത്. ഓക്കെ, യെസ്. അങ്ങനെയാണ് പൊതുവെ അവരുടെ മൈഗ്രേഷൻ. ഇനി 3 ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് മൈഗ്രേഷൻസ് ആണ് ബേർഡ്സിൽ ബേസിക്കലി നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ടായിരിക്കുക. ഫസ്റ്റ് വണ്ണാണ് റിട്ടേൺ മൈഗ്രേഷൻ എന്ന് പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരിപ്പോൾ ഒരു ന്യൂ പ്ലേസിലോട്ട് പോയല്ലോ മൈഗ്രേറ്റ് ചെയ്തിട്ട്, അവിടെ നിന്ന് അവർ തിരിച്ചു വരണം. അവർ ഹോമിലോട്ട്, അവർക്ക് പരിചയമുള്ള ഹോം എന്ന് പറഞ്ഞ സ്ഥലത്തിലോട്ട് അവർ തിരിച്ചു വരണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യും, മൈഗ്രേറ്റ് ചെയ്യും അല്ലേ. പുതിയൊരു സ്ഥലത്തേക്ക് അവർ വിസിറ്റിന് പോയിട്ടുണ്ടായിരുന്നു, പക്ഷേ അവരെന്ത് ചെയ്യുന്നു, തിരിച്ചു വരുന്നു. ആ ഒരു കോൺസെപ്റ്റാണ് ഈ റിട്ടേൺ മൈഗ്രേഷൻ കൊണ്ട് ഉദ്ദേശിക്കുക. ഇനി അതല്ലെന്നുണ്ടെങ്കിൽ ഇതിനെ വേറൊരു രീതിയിൽ പറയാം. ഇപ്പോൾ സപ്പോസ് ഇന്ത്യയിൽ ഒരിക്കലും ഈ പക്ഷി വന്നു എന്ന് വിചാരിക്കാം. ഇപ്പോൾ കറന്റ് അത് അമേരിക്കയിലാണെന്ന് വിചാരിക്കും. ഈ പക്ഷി ഇപ്പോൾ അമേരിക്കയിലാണ്, ഈ മൈഗ്രേഷൻ്റെ ഇടയിൽ ഇപ്പോൾ അമേരിക്കയിൽ എത്തി നിൽക്കുകയാണ്. ഇന്ത്യയിൽ ഓൾറെഡി അത് വന്നു പോയ പക്ഷിയാണ് കേട്ടോ. പക്ഷേ ഇപ്പോൾ കറന്റ് അത് അമേരിക്കയിലാണ്. അപ്പോൾ അമേരിക്കയിൽ നിന്ന് അതിന് തിരിച്ച് ഇന്ത്യയിലോട്ട് വരാം. ഒരു തവണ വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു സ്ഥലമായിരുന്നു ഇന്ത്യ, പക്ഷെ അതിന് തിരിച്ചിങ്ങോട്ട് വരാം, ഇന്ത്യയിലോട്ട് തിരിച്ചു വരാം. അമേരിക്കയിൽ നിന്ന് അതിന് മൈഗ്രേറ്റ് ചെയ്ത് ഇങ്ങോട്ട് വരാൻ പറ്റില്ലേ. അപ്പോൾ ഒരിക്കലും ഉണ്ടായിരുന്ന സ്ഥലത്തേക്ക് തിരിച്ച് വീണ്ടും എത്തുന്നതിനെയാണ് നമ്മൾ റിട്ടേൺ മൈഗ്രേഷൻ കൊണ്ടിട്ട് ഉദ്ദേശിക്കുക കേട്ടോ. അതിപ്പോൾ ഹോമിലോട്ട് എത്തുന്നതാകാം, അല്ലെങ്കിൽ ഇപ്പോൾ ന്യൂ പ്ലേസ് ആയിരുന്നു ഈ ഇന്ത്യ എന്ന് പറയുന്നത്, അതിനെ സംബന്ധിച്ചിടത്തോളം ന്യൂ പ്ലേസ് ആയിരുന്നു, അതിന്റെ ഹോം അല്ല ഇന്ത്യ എന്ന് വിചാരിക്കൂ. അമേരിക്കയിലായിരുന്ന പക്ഷേ വീണ്ടും ഇന്ത്യയിലോട്ട് വരാം അല്ലേ. അപ്പോൾ അങ്ങനെ ന്യൂ പ്ലേസിലോട്ട് വീണ്ടും വരാതെ ചെയ്യാം. അങ്ങനെ ചെയ്യുന്നതാണ് ഈ റിട്ടേൺ മൈഗ്രേഷൻ കൊണ്ടിട്ട് ഉദ്ദേശിക്കാം. ഇനി എക്സ്പ്ലോറേറ്ററി മൈഗ്രേഷൻ, അതാണ് രണ്ടാമത്തത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പുതിയ സ്ഥലത്തേക്ക്, ഒട്ടുമേ പരിചയമില്ലാതിരുന്ന ഒരു സ്ഥലത്തേക്ക്, ഒരിക്കൽ പോലും ഇതിന് മുന്നേ പോകാതിരുന്ന ഒരു സ്ഥലത്തേക്ക് മൈഗ്രേറ്റ് ചെയ്യാം എക്സ്പ്ലോറേഷന് വേണ്ടിയിട്ട്. ഇപ്പോൾ നമ്മൾ ടൂറൊക്കെ പോകാറുണ്ട്, നമ്മൾ എല്ലാ വർഷവും തായ്ലൻഡിൽ പോകാറുണ്ടോ? ഇല്ല. അപ്പോൾ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിൽ ഒരാളാണെന്നുണ്ടെങ്കിൽ അയാൾ പൈസയൊക്കെ കൂട്ടി വെച്ച് സമ്പാദിച്ച് കുറച്ച് നാളൊന്ന് എടുത്ത് മെല്ലെ ആയിരിക്കും അയാൾ ഒരു 4-5 ഇയേഴ്സിന് അധ്വാനം കൊണ്ടിട്ടായിരിക്കും മേ ബി ഒരു തായ്ലൻഡ് ട്രിപ്പൊക്കെ പോവുക അല്ലേ. ഇനി കുറച്ചുകൂടെ വർഷങ്ങൾ എടുത്താലാണ് നെക്സ്റ്റ് ടൈം അയാൾക്ക് വേറൊരു സ്ഥലത്ത് പോകാൻ പറ്റുള്ളൂ. സിമിലർലി നമ്മൾ ഈ പറഞ്ഞ ടൂറൊക്കെ പോകുന്നത് ഇസ് ജസ്റ്റ് ഫോർ എക്സ്പ്ലോറേഷൻ അല്ലേ. നമ്മൾക്കൊരു റെസ്റ്റ് വേണം, ഒരു എന്താ പറയുക, ഒരു കൈൻഡ് ഓഫ് ഒരു ഫ്രീ ടൈം വേണം. അപ്പോൾ അതൊക്കെ എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ടും റീക്രിയേഷന് വേണ്ടിയിട്ടും എക്സ്പ്ലോറേഷന് വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ ടൂർ പോകുന്നത്. സിമിലർലി ഇവരും ജസ്റ്റ് ഇതുവരെ പരിചയമില്ലാത്ത ഒരു സ്ഥലത്ത് ടൂർ പോകുന്നു എന്നുള്ള രീതിയിൽ മൈഗ്രേഷൻ ചെയ്യുന്നവരുണ്ട്. അങ്ങനെ മൈഗ്രേറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എക്സ്പ്ലോറേറ്ററി മൈഗ്രേഷൻ എന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നത്. ഇനി മൂന്നാമത്തത്, ദാറ്റ് ഈസ് റിമൂവൽ മൈഗ്രേഷൻ. റിമൂവൽ മൈഗ്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്പേഷ്യൽ യൂണിറ്റിലോട്ട് അവരെന്ത് ചെയ്യാണ്, ഒരു സ്പേഷ്യൽ യൂണിറ്റിലോട്ട് അവർ മൈഗ്രേറ്റ് ചെയ്യണം. പക്ഷെ ആദ്യം ഉണ്ടായിരുന്നൊരു സ്ഥലമല്ലേ, ആ സ്ഥലത്തിനോട് അതിനെ നമുക്ക് കമ്പയർ ചെയ്യാനൊന്നും പറ്റില്ല കേട്ടോ. ആ സ്ഥലത്ത് നിന്ന് തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് അവർ മൈഗ്രേറ്റ് ചെയ്യുന്നു. എന്നിട്ട് അവിടെ അവർ താമസിക്കാൻ വേണ്ടിയിട്ട് ഒരു രീതിയിൽ റെഡി ആവുന്നു. അങ്ങനെയാണ് ഈ പറഞ്ഞ പോലെ റിമൂവൽ മൈഗ്രേഷൻ സംഭവിക്കുന്നുണ്ടായിരിക്കുക. ആൻഡ് ആ ഒരു പിക്ചറിനകത്ത്, സ്ലൈഡിനകത്ത് നിങ്ങൾ എഴുതിക്കുന്നത് നോക്കി, വിച്ച് ഇസ് നോട്ട് ഫോളോഡ് ബൈ എ റിവേഴ്സൽ ടു ദ ഒറിജിനൽ സ്പേഷ്യൽ യൂണിറ്റ്. അവരായിരുന്ന സ്ഥലത്തേക്ക് എന്ത് ചെയ്യില്ല, ഈ ഒരു മൈഗ്രേഷനിൽ അവർ തിരിച്ചു വരില്ല. ഇപ്പോൾ ഒരു കൂടുതൽ ഇന്ത്യയിലുണ്ടായിരുന്നു, ഇന്ത്യ വിട്ട് അവർ പോവുകയാണ്, തിരിച്ച് ഇന്ത്യയിലോട്ട് അവർ വരുന്നില്ല. ആ ഒരു കോൺസെപ്റ്റ്, അത്തരത്തിലുള്ളതിനെയാണ് നമ്മൾ റിമൂവൽ മൈഗ്രേഷൻ എന്ന് പറഞ്ഞിട്ട് വിളിക്കുക കേട്ടോ. ഓക്കെ, അപ്പം ഇങ്ങനെ 3 തരത്തിലുള്ള മൈഗ്രേഷൻസ് ആണ് ഇവർക്കുള്ളത്. ഇനി എന്തൊക്കെ തരത്തിലുള്ള മൈഗ്രേഷൻ ചെയ്യുന്നു, അല്ലെങ്കിൽ ആരൊക്കെയാണ് ഇൻവോൾവ് ആയിട്ടുള്ളത്, ആൻഡ് മൈഗ്രേഷൻ ചെയ്യുന്ന ആളുകളുടെ മൂവ്മെന്റ് ഏതൊക്കെ തരത്തിലാണ്, ഏത് രീതിയിലാണ് ഓരോരുത്തർ മൂവ് ചെയ്യുക. ഇപ്പം ഞാൻ ഓൾറെഡി പറഞ്ഞു, ബേർഡ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ബഞ്ച് എന്നുള്ള രീതിയിലായിരിക്കും അവർ മൂവ് ചെയ്യുന്നുണ്ടായിരിക്കുക, അല്ലെങ്കിൽ മൈഗ്രേറ്റ് ചെയ്യുന്നുണ്ടായിരിക്കുക. സോ ഈ മൂവ് ചെയ്യുന്ന ജീവികളുണ്ടല്ലോ, അതിനെയാണ് നമ്മൾ മൈഗ്രൻസ് എന്ന് വിളിക്കുക. ഇപ്പോൾ ബേർഡ്സിന്റെ കേസിൽ ഏതൊക്കെ ബേർഡ്സ് ആണോ മൈഗ്രേറ്റ് ചെയ്യുന്നത് അവരെ നമ്മൾ മൈഗ്രൻസ് എന്ന് പറഞ്ഞിട്ട് വിളിക്കും. ഇപ്പം ഇന്ത്യയിൽ നിന്ന് ആരെങ്കിലും ആഫ്രിക്കയിലോട്ട് പോയി കഴിഞ്ഞാൽ മൈഗ്രൻസ് അല്ലേ നമ്മളവിടെ, അതുപോലെ തന്നെ. അപ്പോൾ ഇങ്ങനെ മൈഗ്രൻസിന്റെ മൂവ്മെന്റിന് ഒരു പ്രത്യേക രീതിയുണ്ട്. ആ രീതിക്കനുസരിച്ച് നമ്മൾ മൈഗ്രേഷനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്.
അങ്ങനെ ഡിവൈഡ് ചെയ്തേക്കുന്നതിൽ ഏറ്റവും ആദ്യത്തേതാണ് ഹൊറിസോണ്ടൽ മൈഗ്രേഷൻ. കേട്ടോ, ഒന്നാമത്തെ എന്താണ്? ദാറ്റ് ഈസ് ഹൊറിസോണ്ടൽ മൈഗ്രേഷൻ. ഹൊറിസോണ്ടൽ മൈഗ്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന്റെ ആ ഒരു പാത്തിനോട് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള രീതിയിൽ നടക്കുന്ന മൈഗ്രേഷൻ. ഇതിനെയാണ് നമ്മൾ ഹൊറിസോണ്ടൽ മൈഗ്രേഷൻ എന്ന് പറഞ്ഞിട്ട് വിളിക്കുക. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഉണ്ട് ഒബ്വിയസ്ലി, അതിന് പെർപെൻഡിക്കുലർ ആയിട്ട് നടക്കുന്ന മൈഗ്രേഷൻ. ഇത്തരത്തിലുള്ളൊരു മൈഗ്രേഷനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഹൊറിസോണ്ടൽ മൈഗ്രേഷൻ എന്ന് പറഞ്ഞിട്ട് വിളിക്കുക. ആൻഡ് ഈ ഹൊറിസോണ്ടൽ മൈഗ്രേഷനെ നമ്മൾ വീണ്ടും ഡിവൈഡ് ചെയ്തിട്ടുണ്ട് രണ്ടായിട്ട്. നമ്മൾ ലൈക്ക് ഡയഡ്രോമസിനെ അനാഡ്രോമസ് കാറ്റഡ്രോമസ് ആയിട്ട് ഡിവൈഡ് ചെയ്തില്ലേ? സിമിലർലി നമ്മൾ ഹൊറിസോണ്ടൽ മൈഗ്രേഷനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ലാറ്റിറ്റ്യൂഡിനൽ മൈഗ്രേഷനും ലോഞ്ചിറ്റ്യൂഡിനൽ മൈഗ്രേഷനും. ഈ വാക്കുകളിൽ നിന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റുമല്ലോ. ലാറ്റിറ്റ്യൂഡിനൽ മൈഗ്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർത്തിൽ നിന്ന് സൗത്തിലോട്ട് പോകുന്നു, ഓക്കെ, അല്ലാന്നുണ്ടെങ്കിൽ സൗത്തിൽ നിന്ന് നോർത്തിലോട്ട് പോകുന്നു. ഇത്തരത്തിൽ നടക്കുന്നതിനെയാണ് നമ്മൾ ലാറ്റിറ്റ്യൂഡിനൽ മൈഗ്രേഷൻ എന്ന് പറഞ്ഞിട്ട് വിളിക്കുക. പൊതുവെ ലാറ്റിറ്റ്യൂഡിനൽ മൈഗ്രേഷൻ നടത്തുന്നവരാണ് ഈ കുക്കു പോലെയുള്ള ജീവികളൊക്കെ. കുക്കു പോലെയുള്ള പക്ഷികളില്ലേ, കുക്കു പോലെയുള്ളവരൊക്കെ നോർത്ത് ടു സൗത്തും സൗത്ത് ടു നോർത്തും ഒക്കെ പോകുന്നവരാണ്. ഇനി ലാറ്റിറ്റ്യൂഡിനൽ മൈഗ്രേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? നോർത്ത് സൗത്തും കഴിഞ്ഞ് ബാക്കി ആരാളുള്ളത്? ഈസ്റ്റും വെസ്റ്റും അല്ലേ? അപ്പോൾ ലാറ്റിറ്റ്യൂഡിനൽ മൈഗ്രേഷൻ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഒന്ന് ആലോചിച്ചാൽ മതി, അപ്പോൾ തന്നെ നമുക്ക് ലോഞ്ചിറ്റ്യൂഡിനൽ കിട്ടും. ലാറ്റിറ്റ്യൂഡിനൽ നോർത്തും സൗത്തും ആയിരുന്നെങ്കിൽ ലോഞ്ചിറ്റ്യൂഡിനൽ എന്താ വരിക? ഈസ്റ്റ് ടു വെസ്റ്റ് മൈഗ്രേറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ വെസ്റ്റ് ടു ഈസ്റ്റ് മൈഗ്രേറ്റ് ചെയ്യുന്നു. ഇത്തരത്തിൽ മൈഗ്രേറ്റ് ചെയ്യുന്നവരെയാണ് നമ്മൾ ലോഞ്ചിറ്റ്യൂഡിനൽ മൈഗ്രേഷൻ ചെയ്യുന്നവർ എന്ന് പറഞ്ഞിട്ട് വിളിക്കുക, അല്ലെങ്കിൽ ലോഞ്ചിറ്റ്യൂഡിനൽ മൈഗ്രൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് വിളിക്കുക. പ്ലോവർ പക്ഷികളൊക്കെ പൊതുവെ ഇത്തരത്തിൽ മൈഗ്രേറ്റ് ചെയ്യുന്നവരാണ്. കേട്ടോ, അങ്ങനെയാണ് ഫസ്റ്റ് മൈഗ്രേഷൻ. ഹൊറിസോണ്ടലിലെ 2 ടൈപ്സ് ആയിരുന്നു അത്. കേട്ടോ, മൈഗ്രേഷൻ ചെയ്യുന്ന മൈഗ്രൻസിന്റെ മൂവ്മെന്റ് എങ്ങനെയാണെന്നുള്ളതിനനുസരിച്ചുള്ള ഒരു ഡിവിഷൻ ഓഫ് മൈഗ്രേഷൻസ് ആണ് നമ്മൾ പഠിക്കുന്നത്. അതിൽ ഒന്നാമത്തെ മാത്രമായിരുന്നു ഹൊറിസോണ്ടൽ. അതിന് 2 ക്ലാസിഫിക്കേഷൻസ് വന്നു, ലാറ്റിറ്റ്യൂഡിനൽ ലോഞ്ചിറ്റ്യൂഡിനൽ. ഓക്കെ, ഇനി നമ്മൾ രണ്ടാമത്തേലോട്ട് പോവുകയാണ്. ദാറ്റ് ഈസ് വെർട്ടിക്കൽ മൈഗ്രേഷൻ. വെർട്ടിക്കൽ മൈഗ്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രാവിറ്റേഷന്റെ ആ ഒരു പ്ലെയിനോട് പാരലൽ ആയിട്ടുള്ള രീതിയിൽ നടക്കുന്ന മൈഗ്രേഷനെയാണ് നമ്മൾ വെർട്ടിക്കൽ മൈഗ്രേഷൻ വിളിക്കുക. ഗ്രാവിറ്റേഷൻ എങ്ങനെയാണോ അതിന് പാരലൽ ആയിട്ടായിരിക്കും വെർട്ടിക്കൽ മൈഗ്രേഷൻ നടക്കുന്നുണ്ടായിരിക്കും. ഓക്കെ, ഇനി മൂന്നാമത്തത് ദാറ്റ് ഈസ് ഓൾട്ടിറ്റ്യൂഡിനൽ മൈഗ്രേഷൻ. ഓൾട്ടിറ്റ്യൂഡിനൽ മൈഗ്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൊറിസോണ്ടലിയും പോകും വെർട്ടിക്കലിയും പോകും. എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പ് ആൻഡ് ഡൗൺ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. പക്ഷികൾ അപ്പ് ആൻഡ് ഡൗൺ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നതിനെയാണ് നമ്മൾ ഓൾട്ടിറ്റ്യൂഡിനൽ മൈഗ്രേഷൻ എന്ന് പറയാം. ഓക്കെ, അപ്പോൾ മലകളുടെ ഒത്തിരി ഹൈ ആയിട്ടുള്ള മലകളുടെ മുകളിലോട്ട് പോകുന്നു, താഴോട്ട് വരുന്നു, മുകളിലോട്ട് പോകുന്നു, താഴോട്ട് വരുന്നു. അങ്ങനെ അപ്പ് ആൻഡ് ഡൗൺസ് ഉള്ള ഒരു ടൈപ്പ് ഓഫ് മൈഗ്രേഷൻ ആണ് ഓൾട്ടിറ്റ്യൂഡിനൽ മൈഗ്രേഷൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ വിളിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ 3 ടൈപ്സ് ആയിരുന്നു മൈഗ്രന്റിന്റെ മൂവ്മെന്റ് പ്ലെയിനനുസരിച്ചിട്ടുണ്ടായിരുന്നത്. ഹൊറിസോണ്ടൽ ഉണ്ടായിരുന്നു, വെർട്ടിക്കൽ ഉണ്ടായിരുന്നു, ഓൾട്ടിറ്റ്യൂഡിനൽ ഉണ്ടായിരുന്നു. ഓക്കെ, അതിന് മുന്നേ നമ്മൾ ജസ്റ്റ് മൈഗ്രേഷന്റെ ആ ഒരു 3 ഡിഫറെന്റ് കൈൻഡ്സാണ് പഠിച്ചത്. റിട്ടേൺ, അതുപോലെ എക്സ്പ്ലോറേറ്ററി, റിമൂവൽ എന്നുള്ള രീതിയിൽ 3 ഡിഫറെന്റ് ടൈപ്സ്. അതിനുശേഷം മൈഗ്രന്റിന്റെ പ്ലെയിനനുസരിച്ച് പഠിച്ചു. ഇനി നമ്മൾ അടുത്തത് പഠിക്കാൻ വേണ്ടി പോകുന്നത് അവരേത് സമയത്താണ് മൈഗ്രേറ്റ് ചെയ്യുക, ബേസിസ് ഓഫ് ടൈം ഓഫ് ഫ്ലൈറ്റ് എന്ന് പറഞ്ഞാൽ പറക്കല്ലേ കേട്ടോ. അപ്പോൾ അവർ ഏത് സമയത്താണ് പറക്കുന്നത് അതിനനുസരിച്ചിട്ടുള്ളതാണ് നമ്മൾ ഇനി അടുത്ത് പഠിക്കാൻ വേണ്ടി പോകുന്നത്. അത് നമ്മൾ 2ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്, ഡയോണലും നൊക്ടേണലും. നിങ്ങളെല്ലാവരും ഇന്നലത്തെ വീഡിയോ കണ്ടിട്ടുണ്ടാകുന്ന ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ തന്നെ കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ആ ഒരു ടൈമിൽ തന്നെ ക്ലിക്ക് ചെയ്തിട്ടുണ്ടാവും ഈ ഡയോണൽ നൊക്ടേണൽ എന്നൊക്കെ പറയുമ്പോൾ. കാരണം ഡയോണൽ എന്താ നൊക്ടേണൽ എന്താന്നൊക്കെ നമ്മൾ ഇന്നലെ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്ന 2 വാക്കുകളാണ്. എനിവേ, ടൈം ഓഫ് ഫ്ലൈറ്റിനനുസരിച്ചിട്ടുള്ളൊരു മൈഗ്രേഷൻ അതിനെയാണ് നമ്മൾ 2ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടാവുക, ഡയോണൽ ആൻഡ് നൊക്ടേണൽ. ഡയണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പകൽ സമയത്ത് നടക്കുന്ന മൈഗ്രേഷൻ. ഓക്കെ, പകൽ സമയത്ത് അവർ മൈഗ്രേഷൻ, അത് എന്തിനാണെങ്കിലും ഭക്ഷണത്തിന് വേണ്ടിയിട്ടാകാം, പ്രിഡേറ്ററിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാകാം, അല്ലെങ്കിൽ മുട്ടയിടാൻ വേണ്ടിയിട്ടാകാം, വാട്ട് എവർ പർപ്പസ് അത് പകൽ സമയത്ത് നടക്കുന്നുവെങ്കിൽ അതിനെ നമ്മൾ ഡയോണൽ എന്ന് വിളിക്കും. ഈ പറഞ്ഞ പോലെ ക്രോ, ഹോക്ക്, പെലിക്കിൻസ്, ക്രെയിൻസ് ഇങ്ങനെയുള്ള സാധാരണ സ്പീഷീസ് ഒക്കെ, കാക്കകളൊക്കെ നമ്മുടെ വീട്ടിലൊക്കെ രാവിലെയല്ലേ വരല്ലേ, പകൽ സമയത്തല്ലേ വരല്ലേ. ദാറ്റ് മീൻസ് അവർ പകലാണ് മൈഗ്രേഷൻ ചെയ്യുന്നത്. അങ്ങനെയുള്ള മൈഗ്രേഷൻസ് ആണ് ഡയോണൽ മൈഗ്രേഷൻ എന്ന് പറഞ്ഞിട്ട് വിളിക്കുക. ഇനി അതേസമയം രാത്രി മൈഗ്രേറ്റ് ചെയ്യുന്ന ബേർഡ്സ് ഒരുപാടുണ്ട് അല്ലേ. രാത്രി സമയങ്ങളിൽ അവർ എന്തെങ്കിലും പർപ്പസിന് വേണ്ടിയിട്ട് മൈഗ്രേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ നൊക്ടേണൽ മൈഗ്രേഷൻ എന്ന് പറഞ്ഞിട്ട് വിളിക്കുക. നൊക്ടേണൽ ദാറ്റ് മീൻസ് നൈറ്റ്. ഓക്കെ, എൻ അങ്ങനെ ഒന്ന് ആലോചിച്ചാൽ മതി. ഓക്കെ, ഡയോണലിന്റെ ഡിയും ഡേ ടൈമിൽ ഡിയും അങ്ങനെ ഒന്ന് കണക്ട് ചെയ്യുക. നൊക്ടേണലിന്റെ എന്നും നൈറ്റിന്റെ എന്നും അങ്ങനെ ഒന്ന് കണക്ട് ചെയ്യുക കേട്ടോ. ഓക്കെ, അപ്പോൾ നൊക്ടേണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൈറ്റ് ടൈമിൽ മൈഗ്രേറ്റ് ചെയ്യുന്നവരാണ് സ്പാരോസും വാർബ്ലർ, ത്രഷസ് പോലെയുള്ള
പക്ഷികളെല്ലാം ഈ രാത്രി കാലങ്ങളിൽ മൈഗ്രേറ്റ് ചെയ്യുന്നവരാണ് കേട്ടോ. രാത്രി സമയത്തും പകൽ സമയത്തും എന്നുള്ള രീതിയിലാണ് ടൈം ഓഫ് ഫ്ലൈറ്റിനനുസരിച്ച് നമ്മൾ ഡിവൈഡ് ചെയ്തേക്കുന്നത്. ഇനി അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് കാരണത്തിന് വേണ്ടിയിട്ടാണ് മൈഗ്രേഷൻ നടത്തുന്നത്. ബേർഡ്സ് പല റീസണിന് വേണ്ടിയിട്ട് മൈഗ്രേഷൻ നടത്തും അല്ലേ. ഇപ്പോൾ ഫിഷിന്റെ കാര്യം പഠിച്ചപ്പോൾ ബ്രീഡിങ്ങിന് വേണ്ടിയിട്ട് ചെയ്യുന്നവരുണ്ട്, പ്രിഡേറ്ററിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ചെയ്യുന്നവരുണ്ട്, ക്ലൈമറ്റ് മാറിയതുകൊണ്ട് ചെയ്യുന്നവരുണ്ട്, ഭക്ഷണം തേടി ചെയ്യുന്നവരുണ്ട്. അങ്ങനെ പല പല പർപ്പസിന് വേണ്ടിയിട്ട് ഈ മത്സ്യങ്ങൾ മൈഗ്രേറ്റ് ചെയ്തിരുന്നു. സിമിലർലി പല പല പർപ്പസിന് വേണ്ടിയിട്ട് ബേർഡ്സ് മൈഗ്രേറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ എന്തൊക്കെ പർപ്പസിന് വേണ്ടിയിട്ടാണ് ഈ ബേർഡ്സ് മൈഗ്രേറ്റ് ചെയ്യുക, അതിനനുസരിച്ച് നമ്മൾ 3 ഇതിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് പർപ്പസ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ക്ലൈമറ്റിക് മൈഗ്രേഷൻ. ഇത് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടായിരിക്കും. അവർ ആയിരിക്കുന്ന ആ ഒരു ഹോം എന്ന് പറഞ്ഞൊരു സ്ഥലം ഉണ്ടല്ലോ, ആ സ്ഥലവുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് ക്ലൈമറ്റിൽ എന്തെങ്കിലുമൊക്കെ വ്യത്യാസങ്ങൾ വരുമ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് നടത്തുന്ന മൈഗ്രേഷൻ, അതിനെയാണ് നമ്മൾ ക്ലൈമറ്റിക് മൈഗ്രേഷൻ എന്ന് പറഞ്ഞിട്ട് വിളിക്കുക. അപ്പോൾ ക്ലൈമറ്റിൽ എന്തെങ്കിലുമൊക്കെ ചേഞ്ചസ് ഉണ്ടാകുമ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ചെയ്യുന്ന മൈഗ്രേഷനാണ് ഈ ക്ലൈമറ്റിക് മൈഗ്രേഷൻ എന്ന് പറയുന്നത്. യൂഷ്വലി ഡക്ക്, ഗീസ് പോലെയുള്ള ജീവികളൊക്കെ ഇല്ലേ, ഇവര് നോർത്തിൽ നിന്ന് സൗത്തിലോട്ടൊക്കെ മൈഗ്രേറ്റ് ചെയ്യാറുണ്ട് ക്ലൈമറ്റിൽ വ്യത്യാസം വരുന്നതനുസരിച്ചിട്ട് കേട്ടോ. അപ്പോൾ അങ്ങനത്തെ ഒരു മൈഗ്രേഷൻ ഉണ്ട്. പിന്നെ അലിമെന്റൽ മൈഗ്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് എപ്പോഴെങ്കിലുമൊക്കെ ഫുഡ്, വെള്ളം ഇതിനൊക്കെ ഒരു കുറവ് വരികയാണ്, സ്കേർസിറ്റി വരികയാണ്, ഷോർട്ടേജ് വരികയാണെങ്കിൽ അവർ അന്നേരം ചെയ്യുന്ന മൈഗ്രേഷനെയാണ് നമ്മൾ അലിമെന്റൽ മൈഗ്രേഷൻ എന്ന് പറഞ്ഞിട്ട് വിളിക്കുക. അത് എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം അല്ലേ. ഭക്ഷണക്ഷാമം എന്ന് പറയുന്നത് എപ്പോൾ വേണമെങ്കിലും വരാം. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് ഇന്ന സമയമൊന്നുമില്ല, എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം. അപ്പോൾ അങ്ങനെ ഭക്ഷണക്ഷാമം, വെള്ളക്ഷാമം ഒക്കെ വരുമ്പോൾ നടത്തുന്നതിനെയാണ് എലിമെന്റൽ മൈഗ്രേഷൻ എന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നത്. ഇനി മൂന്നാമത്തതാണ് ഗാമറ്റിക് മൈഗ്രേഷൻ എന്ന് പറയുക. ആൻഡ് ഈ ഗാമറ്റിക് മൈഗ്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഗാമേറ്റ് എന്നുള്ള വാക്ക് കേൾക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും, ദാറ്റ് ഈസ് റിലേറ്റഡ് ടു നമ്മളുടെ റീപ്രൊഡക്ഷൻ അല്ലേ. അപ്പോൾ റീപ്രൊഡക്ഷൻ പരിപാടികൾക്കൊക്കെ വേണ്ടിയിട്ടും അല്ലെങ്കിൽ റീപ്രൊഡക്ഷൻ പ്രോസസ്സ് പൂർത്തിയാക്കാൻ വേണ്ടിയിട്ടും ഒക്കെ വേണ്ടിയിട്ട് നടത്തുന്ന ടൈപ്പ് ഓഫ് മൈഗ്രേഷനെയാണ് ഗാമറ്റിക് മൈഗ്രേഷൻ എന്ന് പറഞ്ഞിട്ട് വിളിക്കുക. അപ്പം പ്രോപ്പറായിട്ട് സക്സസ്ഫുൾ ആയിട്ടുള്ള രീതിയിൽ മുട്ടയിടണം. ആൻഡ് മാത്രമല്ല ആ മുട്ടയെല്ലാം വിരിഞ്ഞ് കുഞ്ഞുങ്ങളാകുന്ന ഒരു സേഫ്റ്റി എൻഷ്യൂർ ചെയ്യണം. അതിനൊക്കെ വേണ്ടിയിട്ട് പൊതുവേ ഈ പറഞ്ഞ മൈഗ്രേഷൻ നടത്തുന്നവരാണ് ഭൂരിഭാഗം വരുന്ന പക്ഷികൾ. അപ്പോൾ റീപ്രൊഡക്റ്റീവ് പർപ്പസിന് വേണ്ടി നടത്തുന്നതായതുകൊണ്ട് നമ്മൾ ഇതിനെ ഗാമറ്റിക് ആയിട്ടുള്ള മൈഗ്രേഷൻ എന്ന് പറഞ്ഞിട്ടാണ് വിളിക്കുക. ആൻഡ് ഈ പറഞ്ഞ മൈഗ്രേഷൻ ഭൂരിഭാഗം വരുന്ന പക്ഷികളും ചെയ്യും. റീപ്രൊഡ്യൂസ് ചെയ്യാത്ത പക്ഷികളിലല്ലോ. അപ്പോൾ റീപ്രൊഡക്ഷന് വേണ്ടിയിട്ട് നടത്തുന്ന മൈഗ്രേഷൻ എന്ന് പറയുമ്പോൾ എല്ലാവരും ചെയ്യുന്ന മൈഗ്രേഷനാണ്. പിടികിട്ടിയോ? അങ്ങനെ ഓക്കെ, യെസ്. അപ്പോൾ ഇതാണ് അവരുടെ നീഡിനനുസരിച്ച് നമ്മൾ മൈഗ്രേഷനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി സീസണിനനുസരിച്ചിട്ട് ബേർഡ്സ് മൈഗ്രേറ്റ് ചെയ്യും അല്ലെ. സീസണലായിട്ട് മൈഗ്രേറ്റ് ചെയ്യുന്ന ബേർഡ്സ് ഉണ്ട്. അപ്പോൾ അത് ഏതൊക്കെ തരത്തിലാണ് എന്നുള്ള സീസണിനനുസരിച്ചിട്ടുള്ള മൈഗ്രേഷനാണ് നമ്മൾ അടുത്ത് പഠിക്കാൻ വേണ്ടി പോകുന്നത്. സമ്മർ വിസിറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ, അവര് ഈ സമ്മർ വിസിറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഈ ബേർഡ്സ് യൂഷ്വലി ഒരു സ്ഥലത്ത് സ്പ്രിംഗ് സീസണിലായിരിക്കും എത്തുക. എവിടെ നിന്നാണ് വരുന്നതെന്ന് അറിയാവോ? സൗത്ത് പോർഷനിൽ നിന്ന്. അവരുടെ ആ ഹോം എവിടെയാണോ സ്ഥലം അതിന്റെ സൗത്ത് ഏരിയാസിൽ നിന്ന്, ഭൂമിയുടെ സൗത്ത് പോർഷനിൽ നിന്നിട്ടൊക്കെ വന്ന് സ്പ്രിംഗ് സീസണിൽ അറൈവ് ചെയ്തവരെയാണ് ഈ സമ്മർ വിസിറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ട് വിളിക്കുക. അവർ പൊതുവെ ബ്രീഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വരിക. ആൻഡ് അവർ ഓട്ടം സീസൺ ആകുമ്പോഴത്തേക്കും എന്ത് ചെയ്യും? ഈ പറഞ്ഞ പോലെ സൗത്തിലോട്ട് അവർ തിരിച്ചു പോകും. അവരുടെ ഒറിജിനൽ ഹോം എവിടെയാ? ഭൂമിയുടെ സൗത്ത് പ്രദേശങ്ങളിൽ കാണുന്ന എവിടെയൊക്കെയുള്ളൊരു സ്ഥലങ്ങളിലാണ്. സൗത്തിൽ നിന്ന് അവർ സ്പ്രിംഗ് സീസൺ ആകുമ്പോഴത്തേക്കും എങ്ങോട്ടെത്തും? പുതിയൊരു സ്ഥലത്തേക്ക് എത്തും. ഓക്കെ, അവരവിടെ മുട്ടയിടും. മുട്ടയിട്ടതിന് ശേഷം ഓട്ടം സീസൺ ആകുമ്പോഴത്തേക്കും എന്ത് പറ്റും? അവർ തിരിച്ചു പോകും. എങ്ങോട്ട് പോകും? സൗത്തിലോട്ട് പോകും. ഇങ്ങനെയുള്ളവരാണ് സമ്മർ വിസിറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ. സ്വിഫ്റ്റ്, നൈറ്റിംഗേൽസ്, കുക്കൂസ് ഒക്കെ ഇങ്ങനത്തെ സമ്മർ വിസിറ്റേഴ്സ് ആണ്. ഇനി വിന്റർ വിസിറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ വിന്റർ സീസണിലായിരിക്കും അവർ ബേസിക്കലി മൈഗ്രേഷൻ നടത്തുന്നുണ്ടായിരിക്കുക. സൗത്ത് വെസ്റ്റ് ഏരിയാസിലോട്ടൊക്കെ ആയിരിക്കും അവർ മൈഗ്രേറ്റ് ചെയ്യുന്നത്. അതിനുശേഷം വിന്റർ കഴിയുമ്പോഴത്തേക്കും ഇവരെന്ത് ചെയ്യും? തിരിച്ച് നോർത്തേൺ ഏരിയാസിലോട്ട് പോകും. അവരുടെ ഹോം എന്ന് പറയുന്നത് നോർത്തേൺ ഏരിയാസ് ആണ്. അപ്പോൾ അവിടെ നിന്നാണ് അവർ സൗത്ത് അല്ലെങ്കിൽ സൗത്ത് വെസ്റ്റ് ഏരിയാസിലോട്ട് ഈ വിന്റർ സമയങ്ങളിൽ അവർ മൈഗ്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് അവർ ഈ സൗത്ത് ഏരിയയിൽ നിന്ന് തിരിച്ചെങ്ങോട്ട് പോകും? നോർത്തിലോട്ട് പോകും. അപ്പോൾ സ്നോ ബണ്ടിങ്, റെഡ് ബിഗ്, ഫീൽഡ് ഫെയർ എന്നൊക്കെ പറഞ്ഞ സ്പീഷീസ് ഒക്കെ ഇത്തരത്തിൽ ഈ പറഞ്ഞ മൈഗ്രേഷൻ വിന്റർ വിസിറ്റേഴ്സ് ആയിട്ട് ജീവിക്കുന്നവരാണ്. ഇനി നെക്സ്റ്റ് വണ്ണാണ് ബേർഡ്സ് ഓഫ് പാസേജ്. ബേർഡ്സ് ഓഫ് പാസേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് നമ്മൾ വളരെ കുറച്ച് സമയം മാത്രമേ കാണുള്ളൂ. ഒരു വർഷത്തിൽ 1-2 തവണയൊക്കെ ആയിരിക്കും നമ്മൾ കാണുക. ഓക്കെ, അവര് പൊതുവെ മൈഗ്രേറ്റ് ചെയ്യുന്നുണ്ടായിരിക്കുക കുറച്ചും കൂടെ തണുപ്പ് കൂടിയ സ്ഥലത്തേക്ക്, ഇപ്പോൾ ഉള്ളതിനേക്കാൾ കുറച്ചും കൂടെ തണുപ്പ് കൂടിയ സ്ഥലത്തേക്ക്, അല്ലെങ്കിൽ ഇപ്പോൾ ഉള്ളതിനേക്കാൾ കുറച്ചും കൂടെ ചൂട് കൂടിയ സ്ഥലത്തേക്കായിരിക്കും അവർ ട്രാവൽ ചെയ്യുക. ആൻഡ് ഈ മൈഗ്രേഷൻ നടക്കുന്നത് പൊതുവെ സ്പ്രിംഗ് ഓട്ടം സമയത്തൊക്കെയാണ്. സ്പ്രിംഗ് ഓട്ടം സമയത്ത് കുറച്ചും കൂടെ തണുപ്പുള്ള അല്ലെങ്കിൽ കുറച്ചും കൂടെ ചൂടുള്ള സ്ഥലത്തേക്ക് യാത്ര ചെയ്യുന്നു. പക്ഷെ അവർ നമ്മൾ ഈ പറഞ്ഞ പോലെ സ്പ്രിംഗ് ഓട്ടം എന്നൊക്കെ പറഞ്ഞാൽ വളരെ കുറച്ച് സമയമല്ലേ ഉള്ളൂ. വർഷത്തിൽ 1-2 തവണ മാത്രം കാണാൻ സാധിക്കുന്ന തരത്തിലുള്ള
സീസണിലുള്ള ബേർഡ്സ്, ഇതിനെയാണ് നമ്മൾ ബേർഡ്സ് ഓഫ് പാസേജ് എന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നത് കേട്ടോ. സാൻഡ് പൈപ്പേഴ്സ് പോലെയുള്ള പക്ഷികളെല്ലാം ഇത്തരത്തിൽ ചെയ്യുന്നവരാണ്. അപ്പോൾ അവർ ഏതൊക്കെ സീസണിൽ മൈഗ്രേറ്റ് ചെയ്യുന്നതിനനുസരിച്ച് നമ്മൾ അതിനെ 3ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ കുറേ ഡിവിഷനായി, ഇതൊന്നും ഇങ്ങോട്ടും കൺഫ്യൂസ്ഡ് ആയിട്ട് മാറിപ്പോകരുത് കേട്ടോ. ഓക്കെ, അപ്പോൾ കുറച്ചധികം മൈഗ്രേഷൻസ് നമ്മൾ പറഞ്ഞു അല്ലേ. 3 തരത്തിലുള്ള മൈഗ്രേഷൻ ഏറ്റവും ആദ്യം ഉണ്ടെന്ന് പറഞ്ഞു. റിട്ടേൺ, എക്സ്പ്ലോറേറ്ററി, റിമൂവൽ, അങ്ങനെ 3 തരത്തിലുണ്ടെന്ന് പറഞ്ഞു. പിന്നെ അതിനുശേഷം മൈഗ്രന്റിന്റെ മൂവ്മെന്റിനനുസരിച്ച് അതും 3 തരത്തിലുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ മൊത്തം 6 തരമായി. പിന്നെ അത് കഴിഞ്ഞിട്ട് സമയത്തിനനുസരിച്ച് 2 തരത്തിലുണ്ട്. അപ്പോൾ 6, 2, 8 ടൈപ്പ് മൈഗ്രേഷൻ കഴിഞ്ഞു. ഇനി അത് കഴിഞ്ഞിട്ട് നമ്മൾ പറഞ്ഞത് എന്തിനു വേണ്ടിയിട്ടാണ് മൈഗ്രേറ്റ് ചെയ്യുക. അപ്പോൾ അതിന് റീസൺസ് ഓഫ് മൈഗ്രേഷൻ അല്ലേ, ആ റീസൺസ് ഓഫ് മൈഗ്രേഷൻ 3 ഉണ്ടായിരുന്നു. ദാറ്റ് മീൻസ് 11, ടോട്ടൽ 11 ആയി. അതിനുശേഷം ഇപ്പോൾ ലാസ്റ്റ് നമ്മൾ പറഞ്ഞത് ആ ഒരു ടൈം പീരീഡ് സീസൺ ഏതാണ് ഉള്ളതിനനുസരിച്ച് 3 ഉണ്ട്. 11 + 3 14. അങ്ങനെ 14 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മൈഗ്രേറ്ററി പാറ്റേൺസ് ആണ് ബേർഡ്സിനകത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. 14 ബേർഡ്സിനകത്ത് നമ്മൾ പഠിച്ചു. ആൻഡ് ഈ പറഞ്ഞ പോലെ ഒരു 11 നമ്മൾ ഫിഷസിനകത്തും പഠിച്ചു. ഇങ്ങനെയാണ് നമ്മൾ പഠിച്ചത്. ഇനി നമുക്ക് ബേർഡ്സിൻ്റെ മൈഗ്രേഷൻ്റെ അഡ്വാൻറ്റേജസ് നോക്കാം, സിഗ്നിഫിക്കൻസ് അല്ലെങ്കിൽ അഡ്വാൻറ്റേജ് എന്നുള്ള രീതിയിൽ. അപ്പോൾ ബേർഡ്സിൻ്റെ മൈഗ്രേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും കുറച്ചും കൂടെ ഒരു ബെറ്റർ ആയിട്ടുള്ള ഫീഡിംഗ് ഗ്രൗണ്ട് അല്ലെങ്കിൽ ബ്രീഡിംഗ് ഗ്രൗണ്ട് ഒക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് അത് ബേർഡ്സിന് ഹെൽപ്പ് ചെയ്യും. പിന്നെ അത് മാത്രമല്ല അവർക്ക് കുറച്ചും കൂടെ എന്താ പറയുക, കുറച്ചും കൂടെ കോൾഡർ ആയിട്ടുള്ള അല്ലെങ്കിൽ സേഫർ ആയിട്ടുള്ള വാം ആയിട്ടുള്ള സ്ഥലമൊക്കെ അന്വേഷിച്ച് പോകുന്നവരുണ്ടാവുമല്ലോ. അപ്പോൾ ഈ പറഞ്ഞ പോലെ അവരുടെ നീഡ്സ് ഒക്കെ പ്രോപ്പറായിട്ട് അവർക്ക് സാറ്റിസ്ഫൈ ചെയ്യാനായിട്ട് പറ്റും. ഭക്ഷണം കണ്ടെത്താൻ വേണ്ടിയിട്ടൊക്കെ ഉള്ള ആ ഒരു പ്രോസസ്സൊക്കെ അവർക്ക് സാധാരണ പോലെ നടത്താൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ അവർക്ക് അൺഫേവറബിൾ കണ്ടീഷൻസിൽ നിന്നൊക്കെ എസ്കേപ്പ് ആയിട്ട് എക്സിസ്റ്റൻസ് കുറച്ചും കൂടെ എന്താ പറയുക ഒന്ന് അവൈലബിൾ ആക്കാൻ പറ്റും. അങ്ങനെയൊക്കെയുള്ളതാണ് മൈഗ്രേഷൻ്റെ അഡ്വാൻറ്റേജസ് ബേർഡ്സിൽ വരിക. അപ്പോൾ ബേസിക്കലി നമ്മൾ ഫിഷസിൽ പഠിച്ച പോലെ തന്നെ ബ്രീഡിങ്, സ്പോണിങ്, അതുപോലെ ഫുഡ് കണ്ടെത്തുക, പ്രെഡേറ്റേഴ്സിന് എസ്കേപ്പ് ചെയ്യുക, ദെൻ ഫുഡ് കണ്ടെത്താൻ വേണ്ടിയിട്ട് മെനയെ കണ്ടെത്താൻ വേണ്ടിയിട്ടൊക്കെയാണ് അവർ മൈഗ്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ അഡ്വാൻറ്റേജസ് എന്നുള്ള രീതിയിൽ എഴുതിയെന്ന് മാത്രം. എന്താ ബ്രീഡിങ് സക്സസ്ഫുൾ ആവുന്നു, സ്പോണിങ് സക്സസ്ഫുൾ ആവുന്നു, ഫുഡൊക്കെ കിട്ടാനായിട്ട് ലൈക്ക് അതിൻ്റെ ഒരു ഇൻഷുറൻസ് ഉണ്ടാവുന്നു. അത് മാത്രമല്ല മോശപ്പെട്ടൊരു ക്ലൈമറ്റിൽ നിന്നൊക്കെ എസ്കേപ്പ് ചെയ്യുമ്പോഴത്തേക്കും അവർക്ക് കുറച്ചുകൂടെ ഒരു ലൈക്ക് ഈ പറഞ്ഞ പോലെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു എക്സിസ്റ്റൻസും കൂടെ കിട്ടുന്നുണ്ട് എന്നുള്ള രീതിയിലാണ് പറഞ്ഞു വയ്ക്കുന്നത്. പിടികിട്ടിയാ? അപ്പോൾ ഇതാണ് ആക്ച്വലി നമ്മളുടെ ബേർഡ്സിൻ്റെയും ഫിഷസിൻ്റെയും മൈഗ്രേഷൻ വരുന്നത്. അല്പം ഇലാബറേറ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്ക് തന്നെയാണ്, അതെനിക്കറിയാം. നിങ്ങളെല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണണം, അല്ലാതെ ഇടയ്ക്ക് വെച്ച് കണ്ടു പോകരുത്. ക്ലിക്ക് ടൈം കാണുമ്പോഴത്തേക്ക് മനസ്സിലാവുന്നുണ്ട്, ഫുൾ കാണാൻ പലപ്പോഴും പലരും റെഡി ആവുന്നില്ല. പക്ഷെ ഞാൻ പറയാം, ഞാൻ എൻ്റെ സെക്കൻഡ് സെമ്മിൻ്റെ സമയത്ത് സെറ്റ് ക്രാക്ക് ചെയ്തെടുത്ത ഒരാളാണ്. അപ്പോൾ അന്ന് ഈ പറഞ്ഞ പോലെ ഞാൻ ആ ഫസ്റ്റ് ഇയറിൽ ജോയിൻ ചെയ്തു. ഞാൻ പഠിക്കുന്ന സമയത്തൊക്കെ ആക്ച്വലി ലൈക്ക് എന്താ പറയുക, ഒത്തിരി അങ്ങോട്ട് ഈ ഒരു സെറ്റ് ക്രാക്ക് ചെയ്യണമെന്നുള്ളൊരു ചിന്തയോടുകൂടി സ്റ്റാർട്ട് ചെയ്ത ഒരാളല്ല ഞാൻ. പക്ഷെ പിന്നീട് കോളേജിലൊക്കെ പോയി തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് ഒക്കെ മനസ്സിലായത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ പോലെ നിങ്ങൾ എന്ത് ചെയ്യുക, സെറ്റൊക്കെ ക്രാക്ക് ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ നിങ്ങൾ ക്രാക്ക് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇറങ്ങുമ്പോൾ തന്നെ കിട്ടുമോ എന്നുള്ളതല്ല, നിങ്ങൾ സെറ്റ് ക്രാക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ പഠിച്ചു കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ തന്നെ നിങ്ങൾക്കൊരു ഹയർ സെക്കൻഡറി ഇൻ്റർവ്യൂ കോൺട്രാക്ച്വലിൻ്റെ വല്ലതും വന്നു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നിങ്ങൾക്ക് പോയി അറ്റൻഡ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ദൂരം ഹയർ സെക്കൻഡറി ഇൻ്റർവ്യൂസ് നമുക്ക് മിസ്സാവും. എൻ്റെ കൂട്ടത്തിൽ തന്നെ പഠിച്ചുള്ള ഒരുപാട് പിള്ളേരും ഇതുവരെ സെറ്റൊന്നും ക്രാക്ക് ചെയ്യാതെ ഇങ്ങനെ ഇരുന്നിട്ട് അവർക്ക് ഇപ്പോഴും ഈ പറഞ്ഞ പോലെ ഹയർ സെക്കൻഡറി ഇൻ്റർവ്യൂസിനൊന്നും പോകാൻ പറ്റുന്നില്ല. അപ്പോൾ ഞാനത് ഒരു ഇതായിട്ട് പറയുന്നില്ല, പക്ഷെ എല്ലാവരും ആ ഒരു പഠനകാലത്ത് തന്നെ എഴുതിയെടുക്കാനായിട്ട്, അതിപ്പോൾ സെറ്റ് മാത്രമല്ല, കേട്ടിട്ടാണെങ്കിലും സീറ്ററ്റ് ആണെങ്കിൽ പോലും, അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ആരെങ്കിലും വേറെ സ്റ്റേറ്റിൻ്റെ എലിജിബിലിറ്റി ടെസ്റ്റുകൾ അത് നമുക്ക് എഴുതാമല്ലോ, മറ്റ് സ്റ്റേറ്റിൻ്റെ എലിജിബിലിറ്റി ടെസ്റ്റുകൾ നമുക്ക് എഴുതാൻ പറ്റും കേട്ടോ. മറ്റൊരു സ്റ്റേറ്റിൻ്റെ എഴുതി കഴിഞ്ഞാൽ നമ്മുടെ സെറ്റാണ് ആക്ച്വലി നെറ്റിനോട് ഈക്വലൻ്റ് അല്ലാത്തത്. നമ്മളുടെ കേരള സെറ്റ് മാത്രമേ അങ്ങനെയുള്ളൂ. മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെയുള്ള സെറ്റ് അവരുടെ നെറ്റിനോട് ഈക്വലൻ്റ് ആണെന്നൊക്കെയുള്ള രീതിയിൽ ഈക്വാലൻസി ഒക്കെ ഉള്ളതാണ്. നമ്മളുടെ സെറ്റുമാണ് ഈ +1 +2 എന്നുള്ള രീതിയിൽ സ്പെസിഫിക് ആയിട്ട് ഇങ്ങനെ കൺസ്ട്രെയിൻഡ് ആയിട്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മറ്റ് സ്റ്റേറ്റിലെ സെറ്റുകളും കൂടെ എഴുതാം. അപ്പോൾ അതിന് ജസ്റ്റ് അവരുടെ സിലബസൊക്കെ ഒന്ന് റെഫർ ചെയ്യാം. മോസ്റ്റ്ലി സെറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും എലിജിബിലിറ്റി ടെസ്റ്റുകൾ എല്ലാത്തിൻ്റെ സിലബസൊക്കെ സിമിലർ ആയിരിക്കുമല്ലോ. അതുകൊണ്ട് ഒരുപാട് എഫേർട്ട് ഇടേണ്ടി വരത്തില്ല. നിങ്ങളിപ്പോൾ കുറച്ച് സമയം ഒന്ന് എടുത്ത് പഠിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ ഒരുപാട് എലിജിബിലിറ്റി ടെസ്റ്റുകളൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അതിന് വേണ്ടിയിട്ടൊന്ന് പരിശ്രമിക്കുക. ഞാൻ ഈ സെറ്റിൻ്റെ പ്രിപ്പറേഷൻസ് ചെയ്തപ്പോഴാണ് ഞാൻ ആദ്യം ഈ പറഞ്ഞ പോലെ സെറ്റ് പാസ്സായി, ഇതിന് സീറ്ററ്റ് പാസ്സായി, അത് കഴിഞ്ഞിട്ടാണ് ഞാൻ കേട്ടിട്ട് പാസ്സായത്. ഞാൻ ആക്ച്വലി കേട്ടിട്ട് എഴുതിയില്ലായിരുന്നു. എനിക്ക് സെറ്റിന് മുന്നേ കേട്ടിട്ട് എഴുതാനുള്ളൊരു ചാൻസ് വന്നു, പക്ഷേ ഞാൻ എഴുതിയില്ലായിരുന്നു. കാരണം ഈ പറഞ്ഞ പോലെ എനിക്ക് ലൈക്ക് കേട്ടിട്ടല്ല, സെറ്റ് ക്വാളിഫൈഡ് ആണെങ്കിൽ നമുക്ക് കേട്ടിട്ട് വേണ്ടല്ലോ, അങ്ങനെയായിരുന്നു ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ ഞാൻ സെറ്റ് പാസ്സായി കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ ഇങ്ങനെ ഒരു ടോക്ക് വന്നു, ലൈക്ക്
ഇനിയിപ്പോൾ എങ്ങനെയാണ് അങ്ങനത്തെ സ്കൂളിലെ കാര്യങ്ങളൊക്കെ അങ്ങനെ പറഞ്ഞ് വന്നപ്പോഴത്തേക്കുമാണ് മനസ്സിലായതെന്ന് വെച്ചാൽ ഒരാൾക്ക് കേട്ടിട്ടുണ്ട് സെറ്റുണ്ട്, മറ്റൊരാൾക്ക് സെറ്റ് മാത്രമേ ഇല്ലെങ്കിൽ ഒബ്വിയസ്ലി പ്രിഫറൻസ് പോവുക കേട്ടിട്ട് പ്ലസ് സെറ്റുള്ള ഒരാൾക്ക്, കാരണം ക്വാളിഫിക്കേഷൻ വൈസ് അയാൾക്ക് കൂടുതൽ മാർക്സ് വരും. അപ്പോൾ അങ്ങനത്തെ ഒരു തോട്ട് എൻ്റെ ഉള്ളിൽ കയറിയപ്പോഴാണ് ഞാൻ പോയി കേട്ടിട്ട് എഴുതിയെടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന പരമാവധി കാര്യങ്ങൾ പഠന സമയത്ത് തന്നെ ക്രാക്ക് ചെയ്യുക. പഠിച്ചു കഴിയുമ്പോഴത്തേക്കും എനിക്ക് ഒബ്വിയസ്ലി ഉള്ളൊരു തോന്നലായിരുന്നു, ഞാൻ ഇത്രയും പഠിച്ചു, ഇനി എനിക്ക് റെസ്റ്റ് വേണമെങ്കിൽ ഞാൻ പഠിക്കത്തില്ല. പക്ഷെ അങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മുടെ ഉള്ളിലൊരു ബ്രെയിൻ റോട്ടൊക്കെ വരും. അങ്ങനെയൊന്നും വരാനായിട്ട് അനുവദിക്കരുത്. ഉപദേശമായിട്ടൊന്നും കരുതണ്ട, ഐ എം ജസ്റ്റ് സ്പീക്കിംഗ് മൈ എക്സ്പീരിയൻസസ്, അല്ലെങ്കിൽ എനിക്ക് ചുറ്റുമുള്ള ആളുകളുടെ ഒരു ലൈഫിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയെടുത്തിട്ടുള്ള എക്സ്പീരിയൻസ് ആണെന്ന് വിചാരിച്ചാൽ മതി. പറ്റുമെങ്കിൽ അതൊന്ന് കേട്ട് എന്ത് ചെയ്യുക, ക്രാക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ. ആൻഡ് ഇൻ കേസ് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളൊക്കെ വരികയാണ്, നോട്ട്സ് എന്തെങ്കിലുമൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ബോക്സിൽ കൂടെ പറയുകയോ അല്ലെങ്കിൽ എൻ്റെ സോഷ്യൽ മീഡിയ IDസൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യുകയോ മെയിൽ ചെയ്യുകയോ ഒക്കെ ചെയ്യാവുന്നതാണ്. നോട്ട്സോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഹെൽപ്പ് എൻ്റെ സൈഡിൽ നിന്ന് വേണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇന്നൊരു ടോപ്പിക്കാണ് ഇപ്പോൾ അർജൻറ്റായിട്ട് പഠിക്കേണ്ടത്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ BEd റിലേറ്റഡോ അങ്ങനെ എന്തെങ്കിലും ഹെൽപ്പ് നിങ്ങൾക്ക് വേണം, സബ്ജക്റ്റ് റിലേറ്റഡ് ആണെന്നുണ്ടെങ്കിലൊക്കെ നിങ്ങൾക്ക് എനിക്ക് മെയിൽ ചെയ്യാവുന്നതാണ്. മെയിൽ ID മറ്റ് സോഷ്യൽ മീഡിയ IDസൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അപ്പോൾ അതൊന്ന് ചെക്ക് ഔട്ട് ചെയ്തേക്കുക. ഓക്കെ. ആൻഡ് ഇന്നിപ്പോൾ നമ്മൾ അത്യാവശ്യം ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു. ആൻഡ് ഐ ഹോപ്പ് ദിസ് ഇസ് ക്ലിയർ. നമ്മളൊന്ന് മനസ്സിൽ വെച്ചാൽ വളരെ എളുപ്പത്തിൽ നമ്മൾക്ക് ഓർത്ത് വയ്ക്കാൻ പറ്റും കേട്ടോ. ഞാനും ഇതുപോലെ കുറച്ചൊക്കെ ഒന്ന് ബുദ്ധിമുട്ടിയിട്ടുണ്ടായിരുന്നു, പക്ഷേ നെമോണിക്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് ഇങ്ങനത്തെ പോർഷൻസൊക്കെ ഈസി ആയിട്ട് നമുക്ക് ഓർത്ത് വയ്ക്കാൻ പറ്റും. ആ ഒരു കണക്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നിങ്ങൾ അതിന് വേണ്ടിയിട്ട് ശ്രമിക്കുക. ഓൾവേസ് ക്ലാസ്സസ് കേൾക്കുമ്പോഴൊക്കെ നോട്ട്സും കൂടെ ഒന്ന് എഴുതിയെടുക്കാനൊക്കെ ആയിട്ട് ശ്രമിക്കുക. നമ്മൾ എപ്പോഴും ഈ പറഞ്ഞ പോലെ PDF ഒക്കെ ഡൗൺലോഡ് ചെയ്ത് അങ്ങനെ പഠിക്കാതെ കൈകൊണ്ട് നോട്ട്സൊക്കെ എഴുതി കുറച്ചൊക്കെ ഒന്ന് എന്താ പറയുക ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതൊക്കെ ഒന്ന് ഹൈലൈറ്റൊക്കെ ചെയ്ത് അത്തരത്തിലൊന്ന് നിങ്ങളുടെ നോട്ട്സ് ഒന്ന് കീപ്പ് ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മൾ എക്സാമിനൊക്കെ ഈ നോട്ട്സ് കൊണ്ട് പോകുമ്പോഴത്തേക്ക് ദൈവം ഇത് ഏത് പേജില്ല അത് ഏത് പേജില്ല അങ്ങനെ നോക്കേണ്ട ആവശ്യമില്ല. ഹൈലൈറ്റഡ് ആയിട്ടുള്ള സാധനങ്ങൾ ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്ത് പോയി കഴിഞ്ഞാൽ തന്നെ നമുക്ക് കിട്ടും. ആൻഡ് എക്സാമ്പിൾസിന് ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുക്കുക. നമ്മളുടെ സബ്ജക്റ്റ് പോലെ ഒരു സബ്ജക്റ്റിനകത്ത് എക്സാമ്പിൾസിനാണ് അറ്റ്മോസ്റ്റ് ഇമ്പോർട്ടൻസ്. എക്സാമ്പിൾ പ്ലസ് ഈ ടേംസ് ഇന്ന സാധനങ്ങൾ നമ്മൾ എന്ത് വിളിക്കുന്നു എന്നുള്ള ടേംസിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ പറഞ്ഞ കാര്യങ്ങൾക്കൊക്കെ നല്ലപോലെ ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഞാൻ ഓൾറെഡി എൻ്റെ ഓൾമോസ്റ്റ് ലാപ്ടോപ്പൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അടുത്ത ദിവസം മുതൽ ഞാൻ കുറച്ചും കൂടെ എന്താ പറയുക ഷോർട്സൊക്കെ ഇട്ടിട്ട് ഇതിനൊന്ന് ആക്റ്റീവ് ആക്കാനായിട്ട് ശ്രമിക്കും. ഷോർട്സിൽ ഞാൻ പ്ലാൻ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിക്കലി നമ്മൾ കണ്ടന്റ് തന്നെ പഠിക്കുന്നതിന് പകരം നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. ക്വസ്റ്റ്യൻസും അതിൻ്റെ ഒരു ആൻസർ എക്സ്പ്ലനേഷൻ എന്നുള്ള രീതിയിൽ ഷോർട്സ് ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. ഞാനൊരു പോൾ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മളുടെ കമ്മ്യൂണിറ്റി ബോക്സിൽ. അപ്പോൾ അതിനകത്ത് ഷോർട്സ് ചെയ്യണമെന്നുള്ള രീതിയിലാണ് ആവശ്യങ്ങൾ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ആൻസർ പോലെ ഒരു ഷോർട്ട് സീരീസും കൂടെ ചെയ്യാമെന്ന് വിചാരിക്കണം. അപ്പോൾ അങ്ങനെയൊക്കെയാണ് എൻ്റെ പ്ലാൻ. അപ്പം സമയം കിട്ടുന്നതനുസരിച്ച് ഞാൻ ഈ വർക്കിൻ്റെ ഇടയിൽ കൂടെയാണ്, കറൻ്റ്ലി വർക്കിംഗ് ആണ്, അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെയാണ് ഇതെല്ലാം ചെയ്യുന്നത്. അപ്പം ഐ വിൽ ബി ഡൂയിങ് വാട്ട് എവർ വിത്തിൻ ദ ടൈം ലിമിറ്റ് ഐ ഹാവ്. അപ്പോൾ എല്ലാവരും നല്ലപോലെ പഠിക്കുക, അടിപൊളിയായിട്ട് തുടരുക. ആൻഡ് ഈ ഒരു ചലഞ്ച് സക്സസ്ഫുൾ ആയിട്ട് മുന്നേറട്ടെ എന്ന് ഞാൻ വിചാരിക്കുന്നു. ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ.